ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين صدق الله العلي العظيم قال سيدنا محمد صلى الله عليه وسلم ليس منا من دعا إلى الأسدية ليس منا من قاتل على الأسدية. സമാദരണീയനായ അധ്യക്ഷൻ, സമസ്ത കേരള സംഘ വിദ്യാർത്ഥി ഫെഡറേഷന്റെ സ്ഥാപക നേതാവ്, കോഴിക്കോട് ജില്ലാ SKSSFന്റെ പ്രഥമ പ്രസിഡന്റ്, ഞങ്ങളുടെയൊക്കെ നേതാവും വഴികാട്ടിയും യൂനുസ് പറഞ്ഞതുപോലെ ഈ അമ്പലക്കണ്ടി പ്രദേശത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിച്ച പ്രിയപ്പെട്ട നാമധേയം അബു മൗലവി അവറുകളെ, നമുക്കിവിടെ പ്രാർത്ഥന കൊണ്ട് നേതൃത്വം നൽകി അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് KP ഉസ്താദ് അവറുകളെ, SKSSFന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, പ്രഗത്ഭനായ പ്രഭാഷകൻ, ഈ നാട്ടുകാരനും കൂടിയായ പ്രിയപ്പെട്ട കുഞ്ഞാലംകുട്ടി ഫൈലി, ബഹുമാന്യനായ SKSSFന്റെ മേഖലാ പ്രസിഡന്റ് PT തുടങ്ങിയ സ്റ്റേജിലുള്ള ബഹുമാന്യരായ ഉലമാക്കളെ, പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, അമ്പലക്കണ്ടി SKSSFന്റെ ആഭിമുഖ്യത്തിൽ മഹാനായ PC ഉസ്താദിന്റെ സ്മാരകമായി ഉയർത്തപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക് സെന്ററിന്റെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ചുകൊണ്ടുള്ള മതപ്രഭാഷണ പരിപാടിയുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തോളം 3 ദിവസത്തോളം ഇവിടെ നടന്നിട്ടുള്ള മതപ്രഭാഷണ പരിപാടികളിൽ ഏറെ ശ്രദ്ധേയരായ ബഹുമാനപ്പെട്ട പ്രഭാഷകന്മാരുടെ അനുഗ്രഹീതമായ നസീഹത്ത് നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ ഈ വേദിയുടെ ഉദ്ഘാടകൻ, ഇസ്ലാമിക് സെന്ററിന്റെ SKSSF ഓഫീസിന്റെ ഉദ്ഘാടകൻ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകൻ, സമസ്ത കേരള സുന്നി ബാലവേദിയുടെ മുൻ അധ്യക്ഷൻ, SKSSFന്റെ ട്രെൻഡിന്റെ അഖിലേന്ത്യാ ചെയർമാൻ പാണക്കാട് സയ്യിദ് മുനവ്വിർ അലി ശിഹാബ് തങ്ങൾ ഏതാനും സമയങ്ങൾക്കകം നമ്മുടെ ഈ അമ്പലക്കണ്ടി പ്രദേശത്ത് എത്തിച്ചേരുകയാണ്. ബൈത്തുർ റഹ്മയുടെ ഉദ്ഘാടനം മടവൂരിൽ, അതിന് തൊട്ടു മുമ്പ് അത്തോളിയിൽ, അതിന്റെ തൊട്ടു മുമ്പ് കാക്കൂരിൽ പരിപാടി കഴിഞ്ഞ് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ എത്തിച്ചേരാമെന്ന് വാക്ക് തന്നതും ബഹുമാനപ്പെട്ട യൂനുസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറപ്പിക്കപ്പെട്ടതുമാണ്. ബഹുമാനപ്പെട്ട തങ്ങളുമായുള്ള വലിയ ബന്ധം പ്രിയപ്പെട്ട യൂനുസിനുണ്ട്. ദുബൈയിലെ സത്വ എന്ന പ്രദേശത്ത് SKSSFന്റെയും KMCCയുടെയും ഒക്കെ നേതാവാണ് പ്രിയപ്പെട്ട യൂനുസ്. ഈ ചെറിയ നാളിൽ തന്നെ ഇത്രയും സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുകയും ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബിനെ പോലുള്ളവരുമായി വ്യക്തിപരമായി ബന്ധപ്പെട്ട് സഹകരണം വെച്ചു പുലർത്തുകയും ചെയ്യുന്ന ആ യുവത്വത്തെ നാം പ്രശംസിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആ യുവത്വത്തിന്റെ പ്രസരിപ്പോടുകൂടി ദീർഘനാളോളം നമ്മുടെ നാടിന് അഭിമാനമായി ദുബൈയിലും നാട്ടിലും പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
ഈ പ്രദേശത്ത് ഞങ്ങളൊക്കെ വരിക എന്നത് ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് അമ്പലക്കണ്ടി എന്ന നാട് കൂടത്തായിയുമായി ബന്ധപ്പെട്ടതിലെ അർത്ഥത്തിൽ തന്നെ വ്യക്തിബന്ധപരമായും കുടുംബപരമായും ഒക്കെ ഈ പ്രദേശത്തുകാരുമായി അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ട്. ഈ നാട് വിദേശത്ത് നമ്മൾ എവിടെ ചെന്നാലും അമ്പലക്കണ്ടിയുള്ളവർ ഇല്ലാത്ത ഒരു പ്രദേശമുണ്ടാവില്ല. പരിശുദ്ധ മക്കയിൽ ചെന്നാൽ ബഹുമാനപ്പെട്ട അബുമൗലവിയുടെ സാന്നിധ്യം മക്കക്കാർക്ക് എന്നും ദർശിക്കപ്പെടാനും അനുഭവിക്കപ്പെടാനും സാധിക്കുകയാണ്. അവിടെയാവട്ടെ പരിശുദ്ധ സമസ്ത കേരള ജംഇയ്യത്തുൽ മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകനാണ് ബഹുമാന്യനായ അബുമൗലവി. KMCCയുടെയും ഒക്കെ ഹജ്ജിന്റെ സമയത്തും മറ്റു പല സന്ദർഭത്തിലും നമ്മുടെ നാട്ടുകാർക്കും മലയാളികൾക്കും അല്ലാത്തവർക്കുമൊക്കെ സേവനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അബുമൗലവി പ്രവർത്തിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിനും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അങ്ങനെ ഗൾഫിൽ എവിടെ ചെന്നാലും, ഖത്തറിൽ ചെന്നാൽ തടായൻ എന്ന കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബുക്കായുടെയും മുഹമ്മദ് അലിയുടെയും BCയുടെയും KTയുടെയും തുടങ്ങിയ ഒരുപാട് ആളുകൾ ഖത്തറിൽ അമ്പലക്കണ്ടി പ്രദേശത്തെ ജ്വലിപ്പിച്ചു നിർത്തുകയാണ്. അങ്ങനെ എവിടെ ചെന്നാലും വിദേശ സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് മലയാളി സമൂഹമൊക്കെ ഏത് ഗൾഫ് നാട്ടിലുണ്ടോ അവിടൊക്കെ അമ്പലക്കണ്ടി പ്രദേശമുണ്ട്. ചന്ദ്രനിൽ ചെന്നാലും മലയാളി തട്ടുകട നടത്തുമെന്ന് പറഞ്ഞതുപോലെ വിദേശത്ത് എവിടെ ചെന്നാലും അമ്പലക്കണ്ടിക്കാരുടെ ഒരു സാന്നിധ്യം ദർശിക്കപ്പെടാൻ സാധിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ തന്നെ കഴിവ്, നിങ്ങളുടെ ഇടപെടൽ എല്ലാ അർത്ഥത്തിലും അമ്പലക്കണ്ടി പ്രദേശത്തെ അനുഗ്രഹീതമാക്കിയിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ഇസ്ലാമിക് സെന്ററിന്റെ പണി പൂർത്തീകരിക്കപ്പെടുക എന്നത് അല്പം വൈകി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബഹുമാനപ്പെട്ട അബുമൗലവി എന്ന ഗുണമഹിമയും നേതൃപാഠവുമുള്ള പ്രിയപ്പെട്ടവരുടെ നാട്ടിൽ സ്വന്തം കുടുംബം ശ്രദ്ധിക്കാതെ, കുടുംബത്തിന് സമ്പാദിക്കാതെ അല്ലാഹു തആലക്ക് വേണ്ടി സംഘടനാ പ്രവർത്തനം നിർവഹിച്ചുകൊണ്ട് നെട്ടോട്ടം ഓടി അവസാനം കുടുംബത്തെ ശ്രദ്ധിക്കണമെന്ന അല്പം ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിദേശത്തേക്ക് പോയിട്ടുള്ള പ്രിയപ്പെട്ട അബുമൗലവിയൊക്കെ ഈ സംഘടനയെയും നെഞ്ചോടേറ്റുവെച്ചു എന്നതാണ് ഈ അമ്പലക്കണ്ടിയുടെ ഹൃദയഭാഗത്ത് തലയെടുപ്പോടുകൂടി ഒരു ബഹുനില കെട്ടിടം പണി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചത്. ഇനി ഈ ഭാഗത്തൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്കൊരു അഭിമാനമാണ്, പ്രിയപ്പെട്ട സമസ്തക്കൊരു ആസ്ഥാനം. കാരണം ആരോട് ചോദിച്ചാലും അമ്പലക്കണ്ടി എന്ന നാടറിയാം. ഇവിടെ പ്രിയപ്പെട്ട മനവറലി ശിഹാബ് തങ്ങൾ അമ്പലക്കണ്ടി വന്നിട്ടില്ല എന്നാണ് അബുമൗലവി പറഞ്ഞത്. അത് ശരിയായിരിക്കാം. പക്ഷെ അമ്പലക്കണ്ടി എന്ന് പറയുമ്പോൾ തന്നെ തങ്ങൾ, ബഹുമാനപ്പെട്ട മനവറലി തങ്ങൾ ഈ നാടറിയുകയാണ്. അതുപോലെ പാണക്കാട് തങ്ങന്മാർക്കും മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും ഏത് നേതാക്കന്മാർക്കും അമ്പലക്കണ്ടി അറിയാം. അതറിയാനുള്ള കാരണം അവരിവിടെ വന്നതുകൊണ്ടല്ല, അവരെ ബന്ധപ്പെട്ട ആളുകൾ ഈ നാട്ടിലുള്ളതുകൊണ്ടാണ്. ആ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്, ഈ പ്രദേശം എന്തുകൊണ്ടും ഉയർന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. ബഹുമാനപ്പെട്ട ഉലമാഇന്റെ സാന്നിധ്യമാണ് പണ്ട് മുതലേ നമ്മുടെ ഈ നാടിനെ ജ്വാജ്വല്യമാനമാക്കിയത്. ബഹുമാനപ്പെട്ട PC ഉസ്താദ് അമ്പലക്കണ്ടി നാടും പുതിയോത്ത് പ്രദേശവും നമ്മുടെ ഈ ചുറ്റുവട്ടവുമായി ബന്ധം ആണ് അദ്ദേഹത്തിനുള്ളതെങ്കിൽ പോലും ബഹുമാനപ്പെട്ട PC ഉസ്താദ് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ഫിഖ്ഹിന്റെ ഗ്രാഹ്യതയിൽ അറിവിന്റെ ആഴം തൊട്ടറിഞ്ഞ മഹാനായ പണ്ഡിത ജ്യോതിസാണ് പ്രിയപ്പെട്ട PC ഉസ്താദ്. പഴയ കാലഘട്ടങ്ങളിലൊക്കെ മൺമറഞ്ഞുപോയ ആലിമീങ്ങൾ പോലും ഒരു മസ്അലയിൽ ഒരഭിപ്രായം ചോദിക്കേണ്ടി വന്നാൽ അതിന്റെ ഫൈനൽ തീരുമാനം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളാണ്. ഞാൻ മഹാനവറുകളെ സംബന്ധിച്ച് നിങ്ങളോട് പറയുന്നത് ബസറയിലേക്ക് കാരൊക്കെ കൊണ്ടുപോകലാണ് എന്നെനിക്കറിയാം. ആ ഒരു സാഹസത്തിന് ഞാൻ ഏതായാലും മുതിരുന്നില്ല. ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട KP ഉസ്താദ് ഉംറക്ക് പോയ സമയത്ത് ഞാനും മറ്റൊരു സംഘത്തിൽ ഉംറക്കുണ്ടായിരുന്നു. ഒരു ഒഴിഞ്ഞ സമയം അതാണല്ലോ എന്ന് മനസ്സിലാക്കി പ്രിയപ്പെട്ട KP ഉസ്താദിനോട് PC ഉസ്താദിന്റെ ചില വർത്തമാനങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ PC ഉസ്താദിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അനുഭവം KP ഉസ്താദ് പറഞ്ഞ സമയത്ത് രണ്ടാളും അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹവും കേൾക്കുമ്പോൾ ഞാനും കണ്ണിന്ന് കണ്ണുനീർ പൊഴിക്കേണ്ടി വന്നു. അത്രയും വലിയൊരു പണ്ഡിതന്റെ നാട്ടിലാണ് നമ്മൾ ജീവിച്ചത് എന്നും
ആ മഹാനായ പണ്ഡിതന്റെ വെളിച്ചത്തിലാണ് നമ്മുടെ നാട് ജ്വലിച്ചത് എന്നും അറിയുമ്പോൾ നമുക്കെന്നില്ലാത്തൊരാവേശമുണ്ട്. വളരെ കൃത്യമായ ഫിഖ്ഹിന്റെ ഇടപെടൽ മാസപ്പിറവി കാലഘട്ടത്തിലാവട്ടെ, മറ്റു പല സംഗതികളിലാവട്ടെ, ബഹുമാനപ്പെട്ടവരുടെ നിലപാട് എന്താണ് എന്നതാണ് നമ്മുടെ നാട് നിർണയിച്ചത്. അന്നേ ആളുകളുടെ മുമ്പിൽ ഉരുളക്കുപ്പേരി മറുപടി കൊടുക്കാനും ശത്രുപക്ഷത്തെ ഇസ്ലാമിക പടവാളുകൊണ്ട് പടവെട്ടി വെട്ടിത്തെളിക്കാനുമുള്ള പ്രബുദ്ധത പ്രിയപ്പെട്ട പി സി ഉസ്താദിന്റെ കഴിവ് അപാരമാണ്. ആ നിലയിൽ മഹാനവറുകളുടെ നാട് നടന്നുപോയ പ്രദേശം, കാൽപാദം കൊണ്ട് സ്പർശമായ ഈ പ്രദേശം എന്തുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വളർന്നുവരുന്ന യുവാക്കൾക്ക് അഭിമാനമാണ്. എന്ന പോലെ ധാരാളം ഉസ്താദുമാരുടെ അനുഗ്രഹീത നാടാണ് ഈ പ്രദേശം. യൂനുസ് തന്റെ സ്വാഗത പ്രഭാഷണത്തിൽ ഇവിടെ സൂചിപ്പിച്ചു, അമ്പലക്കണ്ടിയിലെ എല്ലാ വീട്ടിലും ഒരു മതപണ്ഡിതന്റെ സ്പർശം, ജന്മം, കർമ്മം ടച്ച് ചെയ്യാത്ത ഒരു വീട് പോലുമില്ല. ഒന്നുകിൽ സ്വന്തം കുടുംബത്തിൽ പ്രസവിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ മറ്റാരിലായോ പ്രസവിക്കപ്പെട്ട് ഏറ്റെടുത്ത് വളർത്തിയവർ, അല്ലെങ്കിൽ മുതഅല്ലിമീങ്ങൾക്ക് ചോറ് കൊടുത്തുകൊണ്ട് അവരെ ആലിമാക്കി വളർത്തിയവർ, സ്വന്തം മക്കളെ ആലിമാക്കിയതോ ആലിമിനെ മക്കളാക്കിയതോ ചെയ്തുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെട്ട നാടാണ് നമ്മുടെ ഈ അമ്പലക്കണ്ടി പ്രദേശം മുഴുവനും. ആ നിലയിൽ അഭിമാനത്തോടുകൂടി നമുക്ക് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചുകൊണ്ട് പറയാനുള്ള അർഹതയുണ്ട്. അവാന്തര വിഭാഗങ്ങളും കച്ചറ കിച്ചറ സംഗതികളുമൊക്കെ നമ്മുടെ ഭാഗത്ത് മുളച്ചു പൊങ്ങാനും കുപ്രചരണം നടത്താനും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പരിശുദ്ധ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. ഈ നാടുമായി ബന്ധപ്പെട്ട, നേരത്തെ യൂനുസ് ഇവിടെ പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ട അബു മൗലവിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നേതാക്കന്മാരുണ്ട്. മുസ്തഫ മാസ്റ്ററും അതുപോലെ തന്നെ മൊയ്കുട്ടി മാസ്റ്ററും തുടങ്ങിയവരൊക്കെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ പൂർവികരായ ഈ പ്രസ്ഥാനത്തെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നയിച്ചിട്ടുള്ള ആ നേതൃനിര ഒരുപക്ഷെ ഇവിടെ എത്തിച്ചേരുകയാണ്. ആ ഒരു കഴിഞ്ഞ അനുഭവ സമ്പത്ത് ഒരുപക്ഷെ അവർ ഇവിടെ നമ്മുടെ മുമ്പിൽ തുറന്നു തരുമെന്ന് അറിയാൻ സാധിക്കും. ബഹുമാനപ്പെട്ട എസ്കെഎഫിന്റെ നേതാക്കന്മാർ പഴയ കാലഘട്ടങ്ങളെ വിശദീകരിക്കുന്ന സമയത്ത് ഈ സംഘടനയെ നയിച്ചവരുടെ പഴയ തലമുറയുടെ അനുഭവ സമ്പത്തിനെ വിശദീകരിക്കുമ്പോൾ ഒട്ടുമിക്ക പൂർവിക നേതാക്കന്മാരും എസ്കെഎഫിന്റെ അബുമൗലവിയുടെ സമകാലികരൊക്കെ വിശദീകരിക്കുമ്പോൾ അർദ്ധരാത്രി സന്ദർഭത്തിൽ പരിപാടി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് ചളിക്കുണ്ടൽ വീണ്, ടോർച്ചില്ലാതെ ചൂട്ടിന്റെ വെളിച്ചം തുറന്ന് ചളിക്കുണ്ടൽ വീണ് ചെരിപ്പുമെല്ലാം നഷ്ടപ്പെട്ട അന്നത്തെ ഒരു മഴക്കാലത്തെ കഥ പറഞ്ഞുകൊണ്ട് കരയാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ട അബുമൗലവിയൊക്കെ അന്ന് ചെയ്ത ത്യാഗം, കഷ്ടത, ബുദ്ധിമുട്ട്, പ്രയാസം, പ്രതിസന്ധി, ആ സന്ദർഭത്തിലൊക്കെ വടിയിൽ വെച്ചുകൊണ്ട് ആക്രമിക്കാനും തൂക്ക് വിളിക്കാനും പരിഹസിക്കാനും ചീഞ്ഞ മുട്ട കൊണ്ടറിയാനും കെട്ട തക്കാളി കൊണ്ടറിയാനും ഒക്കെ മുന്നോട്ട് വന്നവരുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്റെ നെഞ്ചു പിരിച്ചുകൊണ്ട് അഭിമാനത്തോടെ നേരിട്ടുകൊണ്ട് ഒരു സ്വാർത്ഥവാഹക സംഘത്തിന്റെ ഉയരെടുപ്പോടുകൂടി അഭിമാനത്തിന്റെ പൊലിക്കുട്ടിയായി പ്രിയപ്പെട്ട അബുമൗലവി അന്ന് അമീർ പൈസയ്ക്കും സമതപൂക്കോട്ടൂരിനും മുസ്തഫ മാസ്റ്റർക്കും ഒക്കെ കരുത്തുറ്റ പോരാളിയായി കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. വലിയ സമ്പത്തില്ല, വലിയ ഇൽമില്ല, പക്ഷേ ഉജ്ജ്വലമായിരിക്കുന്ന ഒരാണത്തവും നട്ടല് നിവർത്തുന്ന ബാപ്പയ്ക്ക് പറഞ്ഞവന്റെ അന്തസ്സും കാണിച്ച ആ പ്രോജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിത്വത്തിൽ ഈ നാടിന്റെ പ്രദേശത്ത് അഭിമാനത്തോടുകൂടി നിലകൊള്ളാൻ സാധിച്ചു എന്നതാണ്. ഞാൻ ആദ്യമായി പ്രിയപ്പെട്ട അബുമൗലവിയല്ല, എസ്കെഎഫിനെ ആദ്യമായി കൊണ്ടറിയുന്നത് അബുമൗലവിയുടെ പ്രസംഗത്തിലൂടെയാണ്. കുന്നമംഗലം ടൗണിൽ പ്രതിപക്ഷങ്ങളുടെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് പുലിക്കുട്ടിക്കെതിരെ പുലിക്കൂട്ടി ചെന്നുകൊണ്ട് ആക്രമിച്ചൊരു പ്രസംഗം. ആ പ്രസംഗം വെല്ലുവിളിയുടെ ശബ്ദമാണ്. ആ പ്രസംഗം എന്റെ രോമത്തെ എടുത്തുപിടിപ്പിച്ചുകൊണ്ട്, ഞാനൊന്ന് കൊച്ചുകുട്ടിയാണ്, അല്ലെങ്കിൽ എസ്കെഎഫിൽ പിച്ചവെച്ച് വളരുന്നവനാണ്. ഞാൻ ആ അബുമൗലവിയുടെ പ്രസംഗമാണ് ഒരർത്ഥത്തിൽ ആണത്വത്തിന്റെ വർത്തമാനത്തിൽ ഈ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ കാരണമായത്. അതുപോലെ പല ആളുകൾക്കും ഉണ്ടാവും. ഭൂരിപക്ഷം നമ്മൾ അറിയാത്ത പല ബന്ധങ്ങളുമായിരിക്കും ഇത്തരം സംഘടനകളുമായി കൊണ്ട് ബന്ധിപ്പിക്കുന്ന ഘടകം. അബുമൗലവിയുടെ പ്രസംഗമാണ് എന്നെ ഏറെ ഈ സംഘടനയിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ ഈ സംഘടനയിൽ ഉറച്ചു നിൽക്കാനും ഈ പതാക ഏറ്റുപിടിക്കാനും സാധിച്ചത് എന്ന കാര്യം ഞാൻ യാതൊരു കലവറയുമില്ലാതെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പല വേദികളിൽ ഞങ്ങളത് പറഞ്ഞിട്ടുമുണ്ട്. ആ നിലയിൽ ഈ നാടും ഈ പ്രദേശവും നാട്ടുകാരും ഈ പ്രസ്ഥാനത്തോടെ വല്ലാത്ത ബന്ധമുള്ളവരാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകമാണ്. നമ്മുടെ ഈ ഇസ്ലാമിക് സെന്ററിന്റെ ഈ വെളിച്ചം നാനാഭാഗത്തേക്ക് പ്രവഹിച്ചു കൊടുക്കുന്നത് കേവലം ഒരു സംഘടനാ ഓഫീസ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല,
ഒരു ഓഫീസ് എന്നതിന്റെ അർത്ഥം എന്തെങ്കിലും തമാശ പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ഒരു സംഘടനാ സെറ്റപ്പിലല്ല, മറിച്ച് ഇസ്ലാമിക് സെന്റർ എന്നത് ഒരു മിഷ്കാത്താണ്, ഒരു ലൈറ്റ് ഹൗസ്, ഒരു വിളക്കുമാടം. പല പ്രദേശങ്ങളിലേക്കും എൽമ പ്രവഹിച്ചുകൊണ്ടിരിക്കാനാണ്. ഞാൻ കൂട്ടത്തിൽ പറയുന്ന പ്രിയപ്പെട്ട കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. ഇവിടെ കുറച്ച് കസേരകളിൽ ബെഞ്ചുകളിൽ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല നമ്മുടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാടുമായുള്ള യൂണിസിന്റെയും അബുമൗലവിയുടെയും ഒക്കെ ഇടപെടൽ കൊണ്ടായിരിക്കാം നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം അഥവാ SKSFന്റെ നെറ്റിൽ വഴി ലോകത്തെല്ലാ ഭാഗത്തും ഇന്ന് ഈ സമയത്ത് അമ്പലക്കണ്ടിയെ കണ്ടുകൊണ്ടിരിക്കുകയും നമ്മുടെ ഈ പരിപാടി ലോകത്തെല്ലാ ഭാഗത്തും ഇതിന്റെ സൈറ്റ് സെർച്ച് ചെയ്യുന്നവർക്ക്, ഈ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നവർക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് വിദേശത്തുള്ളവർക്ക് ഇതേ സമയത്ത് നമ്മുടെ ഈ പ്രസംഗം, നമ്മുടെ ഈ പരിപാടി, നമ്മുടെ ഈ ഉദ്ഘാടന വേദി കണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുമുണ്ട് നമ്മോടൊപ്പം ആമീൻ പറയാൻ. അമ്പലക്കണ്ടി എന്ന ശബ്ദം എല്ലാ ഭാഗത്തും എത്താൻ കാരണക്കാരായ, ഈ പ്രദേശത്ത് ലൈവായി ലോകത്ത് എത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട SKSFന്റെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രയോക്താക്കളായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അഭിനന്ദിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസി സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് മുഴുവൻ ആളുകളെയും അമ്പലക്കണ്ടി പ്രദേശം സ്വാഗതം ചെയ്യുക കൂടി ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ ഈ കൂട്ടായ്മയെ വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നു, ഇസ്ലാമിക് സെന്ററിൽ വഴി നൽകപ്പെടുന്ന വലിയൊരു പാഠമുണ്ട്. അത് ദീനിന്റെ വെളിച്ചം ചൊരിഞ്ഞു കൊടുക്കലാണ്. പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണത്. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പഴമക്കാരെ സമ്മതിച്ചും പഴമക്കാരെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട PC ഉസ്താദിന്റെ ജീവിത രീതി പഴമയാണ്. ആ പഴമയിൽ നമ്മൾ പുതുമ കണ്ടെത്തുകയാണ്. ഇന്നൊരുപാട് പുരോഗമനവും ഒരുപാട് വളർച്ചയും നേടപ്പെട്ട കാലഘട്ടം. നവോത്ഥാനമുണ്ടാകുന്നു, പുരോഗതി ഉണ്ടാകുന്നു, ഉയർച്ച ഉണ്ടാകുന്നു എന്നതൊക്കെ ശരിയാണ്. ആ ഉയർച്ചയും ആ പുരോഗതിയുമൊന്നും പഴമയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിർവഹിക്കേണ്ടതല്ല. പല ആളുകളും സമസ്തയെ ചില ഭാഗത്ത് ആക്ഷേപിക്കാറുണ്ട്. കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ട് എഴുതുന്നത് തെറ്റെന്ന് പറഞ്ഞത് മുസ്ലിയാക്കളല്ലേ? ആ മുസ്ലിയാക്കൾക്ക് എങ്ങനെ വിദ്യാഭ്യാസത്തെ പറ്റി പറയാൻ പറ്റും? കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ട് എഴുതുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ മുസ്ലിംമാരല്ലേ? ഇവർക്കെങ്ങനെ നവോത്ഥാനത്തെ പറ്റി പറയാൻ കഴിയും? സ്ത്രീകളുടെ വിദ്യാഭ്യാസം തെറ്റെന്ന് പറഞ്ഞവരല്ലേ? അവർക്കെങ്ങനെ വിദ്യാഭ്യാസത്തെ പറ്റി പറയാൻ പറ്റും? ഇംഗ്ലീഷ് ഭാഷ ഹറാമാണ് എന്ന് പറഞ്ഞവരല്ലേ? അവർക്കങ്ങനെ വിദ്യാഭ്യാസത്തെ പറ്റി പറയാൻ കഴിയും? ഇത് കളിയാക്കാൻ വേണ്ടി പറയുന്നവരാണ്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആലിമീങ്ങൾ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടതിന് ശേഷമല്ല, സമസ്തയുടെ ആലിമീങ്ങളായ പൂർവികന്മാരായ ചില ആളുകൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് നിഷേധിക്കുന്നില്ല. പക്ഷെ അതിനെ തള്ളിക്കൊണ്ടൊരു പുരോഗമനം സമസ്ത ഉണ്ടാക്കിയിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചില ആലിമീങ്ങൾ അത്തരം നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇസ്ലാം മതം വളർന്നത്. ചിലത് വറആണ്, ചിലത് ഫിഖ്ഹാണ്. എല്ലാം ഫിഖ്ഹിന്റെ ലേബിളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ വറഇനെ എതിർക്കുക സാധ്യമല്ല. രണ്ടും കൂടി യോജിക്കുമ്പോൾ മാത്രമേ ഒരു ഇസ്ലാമിന്റെ പൂർണ്ണതയുണ്ടാകൂ. തസവ്വുഫും ഫിഖ്ഹും ചേരണം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ, മഹാനായ ഗൗസുൽ ആലം പറഞ്ഞിട്ടുള്ളത് വഹാബികൾ നടന്നു പോകുന്ന വഴിയിലൂടെ നടക്കൽ പോലും പാടില്ലെന്ന്. അവർ നടക്കുന്ന വഴികളിലൂടെ പിന്നെ ഒരു സുന്നി നടക്കാൻ പാടില്ലെന്ന്. അത് ഫിഖ്ഹല്ല, അത് സജ്റിന് വേണ്ടി പറഞ്ഞ തസവുഫാണ്. അത് സജ്റാണ്. ഒരമ്പി വിലങ്ങുക എന്ന് പറയും പണ്ട് ഉസ്താദുമാർ അർത്ഥം വെക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അതൊരു തർക്കുൽ മുവാലാത്ത്, അല്ലെങ്കിൽ അതൊരു നിസ്സഹകരണത്തിന്റെ പരമ്യതയാണ്. അത് ഫിഖ്ഹല്ല. പക്ഷെ അതിനെ തള്ളിപ്പറയാൻ കഴിയില്ല. അത് ഇസ്ലാമിന്റെ ഒരു ഭാഗമാണ്, തസവുഫിന്റെ, അത് വറഇന്റെ ഒരു ഭാഗമാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ബത്തക തിന്നാറുണ്ടായിരുന്നില്ല. ആരാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു? സൂക്ഷ്മതയുടെ പര്യായം ഏതെന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലൊരു യാചകൻ വന്നു.
വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും തരണം. അന്ന് വീട്ടുകാർ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വീട്ടിലില്ല. ഭാര്യ അകത്തുനിന്നുകൊണ്ട് റൊട്ടിയെടുത്തു കൊടുത്തു. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പട്ടിണി കിടക്കുന്ന വീടാണ്. ആ വീട്ടിൽ എങ്ങനെ ആ റൊട്ടി ബാക്കി വന്നത്? ഒരു നിലക്കും അത് ബാക്കി വരാൻ നിർവാഹമില്ല. പക്ഷെ അത് വരാനുള്ള കാരണം ആ റൊട്ടിയിൽ എന്തോ ഒരു ശുഭയുള്ളത് കൊണ്ട്, ഒരു അവ്യക്തത. അതെന്താണ്? അത് ക്ലെയിം ചെയ്യപ്പെട്ട ഭക്ഷണമാണ് എന്ന് ഉറപ്പാക്കപ്പെടാത്തത് കൊണ്ട് തൽക്കാലം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെനിക്ക് വേണ്ട, നിങ്ങൾ തിന്നോളൂ, തെറ്റൊന്നുമില്ല എന്ന് ഭാര്യയോട് പറഞ്ഞു. ഏതായാലും നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഉപ്പ തിന്നാത്ത റൊട്ടി ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഭാര്യയും മകളും മാറ്റിവെച്ചു. തെറ്റല്ലല്ലോ, അത് നല്ല ആളുകൾക്ക് കൊടുക്കാൻ. ഞങ്ങൾ ഏതാണ്ട് തിന്നുന്നില്ല. ആ യാചകൻ വന്ന സന്ദർഭത്തിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ റൊട്ടി എടുത്തു കൊടുത്തു. അദ്ദേഹത്തോട് കഴിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം ആ റൊട്ടിയുമായി ഇങ്ങനെ കടത്തീരത്തിൽ നടന്നു പോകുമ്പോ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, ഇത് ഏതാ റൊട്ടി? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ റൊട്ടി ബാക്കിയാവാൻ യാതൊരു നിർവാഹവും ഇല്ല. വല്ലാതെ പട്ടിണി വിഷമുള്ള വീടാണ്. ഈ റൊട്ടി വന്നത് ഒരു പക്ഷേ എന്തോ ഒരു വ്യക്തത ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം മഹാനവറുകൾ മാറ്റിവെച്ചത്. അദ്ദേഹം വറഇന്റെ പര്യായമാണ്. അതുകൊണ്ട് അദ്ദേഹം മാറ്റിവെച്ചതായിരിക്കും. അദ്ദേഹം മാറ്റിവെച്ചത് ഭാര്യ മാറ്റിവെച്ചു, ഭാര്യ മാറ്റിവെച്ചത് മകള് മാറ്റിവെച്ചു. രണ്ടാൾക്കും വേണ്ടാത്തത് ഞാനായിട്ടും കഴിക്കുന്നില്ല, ഞാനെന്നല്ല ആരും ഇത് കഴിക്കണ്ട എന്ന് മനസ്സിലാക്കി ആ യാചകൻ ആ റൊട്ടി കടലിലേക്ക് വിളിച്ചെറിഞ്ഞു. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിച്ചു, ഞാൻ നിനക്ക് തന്ന റൊട്ടി എന്ത് ചെയ്തു? നീ ഇത് തിന്നില്ലേ? ഇല്ല. ഞാനത് മോക്ക് കൊടുത്തു, മോളും തിന്നില്ല. ഞങ്ങളത് യാചകന് കൊടുത്തു. ആ യാചകനെ തേടി ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പോയി. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആ റൊട്ടി എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടാത്ത, ഭാര്യയ്ക്ക് വേണ്ടാത്ത, മോക്ക് വേണ്ടാത്ത റൊട്ടി എനിക്കും വേണ്ട, ആർക്കും വേണ്ട, ഞാനത് എറിഞ്ഞു കളഞ്ഞു കടലിലേക്ക്. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കടലിലെ മത്സ്യമാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കടലിലെ മത്സ്യമാണ്. പക്ഷേ റൊട്ടി കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ അദ്ദേഹം തീരുമാനിച്ചത്, എനിക്ക് മരണം വരെ ഇനി കടലിലെ മത്സ്യം വേണ്ട. കാരണം ഏത് മത്സ്യമാണ് ആ റൊട്ടി തിന്നത് എന്നറിയില്ല. ഞാൻ തിന്നുന്ന മത്സ്യത്തിൽ ആ റൊട്ടി ഉണ്ടെങ്കിലോ അതുകൊണ്ട് ശുബഹയുടെ മുതൽ ആ മത്സ്യത്തിൽപ്പെടും, മത്സ്യം എന്റെ വയറ്റിലെത്തും, എന്റെ വയറ് അശുദ്ധമാകും, അല്ലെങ്കിൽ അതിലൊരു കറുത്ത പുള്ളി പടരും. അതാണ് അതാണ് സൂക്ഷ്മത. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ബത്തക്ക തിന്നാറുണ്ടായിരുന്നില്ല. എന്താ കാരണം? ബത്തക്ക തിന്നാൽ ഹറാമായത് കൊണ്ടല്ല. ബത്തക്ക ഏത് രൂപത്തിലാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിച്ചത് എന്നറിയാത്തത് കൊണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബത്തക്ക തിന്ന ശൈലി എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് ബത്തക്ക വേണ്ട എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. അത് സൂക്ഷ്മതയാണ്. ഇത് ഉയർത്തി കാണിച്ചുകൊണ്ട് ഇത് യാഥാസ്ഥികത്വമെന്ന് ആക്ഷേപിക്കാനും ഇത് പഴഞ്ചൻ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാനും പറ്റില്ല. അവിടെയാണ് നമ്മൾ സൂക്ഷ്മതയെ ആലിമീങ്ങളിൽ കണ്ടെത്തുന്നത്. ആ സൂക്ഷ്മത ചില ആലിമീങ്ങൾ വെച്ചു പുലർത്തിയിരുന്നു. അതുകൊണ്ട് ചില ഉലമാ പറഞ്ഞിരുന്നു, കറുത്ത ബോർഡിൽ വെള്ള ചോക്ക് കൊണ്ട് ഖുർആൻ എഴുതുമ്പോ ആ ഖുർആന്റെ പൊടി, ആ ചോക്കിന്റെ പൊടി നിലത്ത് വീണാൽ നമ്മൾ അതിൽ ചവിട്ടിയാൽ ഖുർആൻ നിന്ദിക്കലാകും. അതുകൊണ്ട് കറുത്ത ബോർഡിൽ എഴുതണ്ട. അത് സൂക്ഷ്മതയാണ്, അന്നല്ലാതെ അത് പുരോഗമനത്തിനെതിരല്ല, അത് നവോത്ഥാനത്തിനെതിരല്ല. അങ്ങനെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറഞ്ഞിരുന്നു. അതായിരുന്നു സ്ത്രീ വിദ്യാഭ്യാസ കാര്യത്തിലും ഒരു വിഭാഗം ആലിമീങ്ങൾക്കുണ്ടായ അഭിപ്രായം. ഇംഗ്ലീഷ് ഭാഷ ഹറാമെന്ന് പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ ഭാഷ ആയതുകൊണ്ടാണ്, അല്ലാതെ അതിനോട് എതിർപ്പുള്ളത് കൊണ്ടല്ല. അതിലൊക്കെ കാണുന്നത് ഈ വറആൻ, സൂക്ഷ്മതയാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു മഹാനവറുകൾ പറഞ്ഞിരുന്നു, TV ഹറാമാണ്, TV കാണൽ ഹറാമാന്ന് പറഞ്ഞിരുന്നു. അത് സൂക്ഷ്മതയാണ്, അത് ഫിഖ്ഹ് അല്ല, അത് സൂക്ഷ്മതയാണ്. ഇന്ന് സമസ്തകല ജമിയത്തുൽ ഉലമയുടെ മുശാവറ എടുക്കുന്ന തീരുമാനം പോലും ലൈവായി ലോകത്തോട് കാണിക്കുന്നു വിഷ്വൽ മീഡിയയിലൂടെ. അപ്പൊ ഒന്നിനെ എതിർത്തിട്ടല്ല വേറൊന്നുണ്ടാക്കുന്നത്, സമ്മതിച്ചുകൊണ്ടാണ്. കാരണം അവരുടെ ജീവിതവും ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഒരു കാലത്തിൽ അത് പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ സൂക്ഷ്മത എന്നല്ലാതെ അതിനെ മറ്റൊരു നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. നമ്മൾ അതിനെ അംഗീകരിക്കണം. എന്നാൽ വറഇന്റെ നിറകുടമായ കണ്ണിയത്ത് ഉസ്താദും
പുരോഗമനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും വിജിഗീഷുവായ ശംസുലല മാത്രങ്ങളും രണ്ടും ചേരുമ്പോഴാണ് സമസ്തയുടെ പൂർണ്ണത രൂപപ്പെട്ടു വരുന്നത്. രണ്ടും കൂടി ഉണ്ടാകുമ്പോഴേ സമസ്ത ഉണ്ടാകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു സൂക്ഷ്മാലു, ഒരു നിർദ്ദേശകൻ ഉണ്ടാകണം, അത് കന്യത്തുസ്താദാണ്. ഒരു നവോത്ഥാന നായകൻ ഉണ്ടാകണം, അത് ശംസുലമയാണ്. പഴമയെ അംഗീകരിച്ചുകൊണ്ടുള്ള നവോത്ഥാനമേ സമസ്ത സമ്മതിക്കൂ. പഴമയെ എതിർത്തുകൊണ്ടുള്ള നവോത്ഥാനം പാടില്ല. പുരോഗമനവാദികളും പരിഷ്കരണവാദികൾ കൊണ്ടുവരുന്നത് പഴമയെ തകർത്തെറിഞ്ഞുകൊണ്ടാണ്. പുതിയത് പുതിയത് എന്നവർ പറയുന്നത്, അവർ കൊണ്ടുവരുന്ന നവോത്ഥാനം നവീന ആശയത്തിന്റെ പുനരാവിഷ്കാരമാണ്. അത് ഇസ്ലാമല്ല. നവീന ആശയത്തെ കൊണ്ടുവരാൻ കഴിയില്ല, ബിദഈ ആശയത്തെ കൊണ്ടുവരാൻ കഴിയില്ല. പഴമയെ നമ്മൾ സമ്മതിക്കണം. പഴമയിൽ നിന്നുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ നിലനിർത്താൻ കഴിയുകയുള്ളൂ. അതിനെ അംഗീകരിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിം. ആ ഇസ്ലാമിയത്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. ഏതടിസ്ഥാനത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഔലിയാക്കന്മാർ സ്ഥാപിച്ച സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഔലിയാക്കന്മാരാണ് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിനെ തന്നെ വളർത്തിയത്. ഇന്നിവിടെ ചില ആളുകൾ പറയാറുണ്ട് ഗർവാപ്പസി എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇന്ത്യ രാജ്യത്ത് ഹിന്ദു മതത്തിലേക്ക് പോകണം, ക്രിസ്ത്യാനികൾ ഹിന്ദു മതത്തിലേക്ക് പോകണം. അതാണ് ഗർവാപ്പസി. അത് പുതിയൊരു പേരാണ്. നമ്മളാരും ഹിന്ദു മതത്തിനെതിരല്ല. ഹിന്ദു മതം നമ്മുടെ നാടിന്റെ അഭിമാനമാണ്, നമ്മുടെ രാജ്യത്തിന്റെ ആർഷഭാരത സംസ്കാരത്തിന്റെ വലിയൊരു പേരോട്ടം കുറിക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് ഹൈന്ദവത. നമ്മൾ ഹിന്ദു മതത്തിനെതിരല്ല. പക്ഷെ ഇപ്പോ അധികാരം ചിലർക്ക് കിട്ടിയപ്പോഴേക്കും മണ്ഡലിക്ക് പോലും മൂർഖനേക്കാൾ വലിയ വിഷമാണ്. പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങൾക്ക് വോട്ടവകാശം വേണ്ട. കാരണം ജാരസന്തതികളാണ് മുസ്ലിമീങ്ങൾക്ക് വോട്ടവകാശം വേണ്ട. ഇന്ത്യയിൽ 2 പൗരന്മാരാണുള്ളത്. ഒന്ന് രാമന്റെ മക്കൾ, മറ്റൊന്ന് ജാരസന്തതികൾ. ഹിന്ദു മതത്തെ അംഗീകരിക്കുന്നവരൊക്കെ രാമന്റെ മക്കൾ, അല്ലാത്തവരൊക്കെ ജാരസന്തതികൾ. പറയുന്നത് ഏതെങ്കിലും അണ്ണിമുണ്ണിയല്ല, പറയുന്നത് രാജ്യത്തിന്റെ ക്യാബിനറ്റ് മന്ത്രിയാണ്. ആ നിലയിൽ നമ്മൾ എന്ത് കഴിക്കണമെന്ന് വേറൊത്ത് തീരുമാനിക്കാൻ. ഗോവധം പാടില്ല. ഈ രൂപത്തിൽ പടിപടിയായി ഫാസിസ്റ്റ് വൽക്കരണവും ഇസ്ലാമിന്റെ തിരസ്കരണവും ഈ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഗർവാപ്പസി. ഗർവാപ്പസി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ തറവാട് ഹിന്ദുമതമാണ് എന്നാണ്. അത് നിർബന്ധിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തുക, പ്രലോഭിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തുക, പണം കൊടുത്തുകൊണ്ട്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അധികാരത്തിന്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തുക. അങ്ങനെ മതം മാറ്റാൻ പറ്റൂല. ഇസ്ലാമിൽ അങ്ങനെ ഏതാനും പറ്റൂല. ലാ ഇക്റാഹ ഫിദ്ദീൻ, നിർബന്ധിച്ചുകൊണ്ട് മതപരിവർത്തനം വേണ്ട. ഇസ്ലാമിൽ നിർബന്ധമേ ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധ മതപരിവർത്തനം ഇല്ല. പക്ഷെ ചില ആളുകൾ നിർബന്ധ മതപരിവർത്തനത്തിന് വേണ്ടി നാടാകെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വളരെ വ്യക്തമല്ല. സെമിനാറിന്റെ ഇടയിൽ സംഘപരിവാറിന്റെ ഒരു നേതാവിനോട് ചോദ്യം ചോദിച്ചു. ഗർവാപ്പസി ആവാം, സങ്കല്പിക്കാൻ ഗർവാപ്പസി ആവാം, ഞങ്ങളൊക്കെ അങ്ങോട്ട് വരാൻ തയ്യാറാണ്, ഞങ്ങളൊക്കെ തറവാട്ടിലേക്ക് വരാം, പഴയ തറവാട്ടിലേക്ക് വരാം. ഏത് ബർത്താണ് ഒഴിവുള്ളത്? ഏത് ബർത്താണ്? ഏത് ഇടം തരും? പണ്ട് നമ്മുടെ പൂർവികന്മാരൊക്കെ അവിടം വിട്ട് പോകുന്നത് ഉച്ചനീചത്വത്തിനെതിരാണ്, ചാതുർവർണ്ണത്തിനെതിരാണ്. എന്ന് പറഞ്ഞാൽ ഐത്തം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. അതായിരുന്നല്ലോ നടന്നിരുന്നത്. കുമാരനാശാന്റെ ഒരു കവിതയിൽ കാണാം, ദുരവസ്ഥ എന്ന കവിതയുണ്ട്. ആട്ടും വിലക്കും വടിയാട്ടും മറ്റും ഇക്കൂട്ടർ സഹിച്ചു പൊരുതുമുട്ടി, വിത്തരം തന്മതം ജാതിയിൽ താനേ കേട്ടു കടിഞ്ഞ നമ്പൂരി മതം. കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്നു വൻകടൽ ചീറും തിരമാലമേറിയോ വന്നവരേറെയില്ല. എത്രയോ ദൂരം വഴിതെറ്റ് നിൽക്കണ്ടൊരിട ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്താം അവനെത്തി ചാരത്തടുത്തിടാം ചുറ്റു പേടിക്കേണ്ട തമ്പുരാരെ. മുസ്ലിമായാൽ പിന്നെ ഒരു ദളിതനും ഒരു അധികൃതനും ഒരു അധസ്ഥിതനും ഒരു ഈഴവനും ഒരു ചെറുമനും ഒരു പുലയനും ഒരാളെയും ഭയപ്പെടേണ്ട. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, ഒരു സുപ്രയിലോ ചുറ്റിനൊന്ന് ഭക്ഷണം കഴിക്കാം, ഒരു പായിൽ കിടക്കാം, ഒരു കുളത്തിൽ കുളിക്കാം. മുസ്ലിമായാൽ ഒരാളും എതിർക്കില്ല. പ്രഗത്ഭനായ തോമസ് ആർണൈൽഡിന്റെ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ പറയുന്നു, മഴയ്ക്ക് വേണ്ടി കീഴുന്ന വേഴാമ്പലിനെ പോലെ ഇവിടുത്തെ ദളിതുകാരും അധികൃത വർഗക്കാരും ഈഴവ വർഗക്കാരും കരയുകയായിരുന്നു ജീവിതത്തിന്റെ അത്താണി കാണാൻ.
ആ സമയത്താണ് അവർക്ക് ജീവിതത്തിന്റെ നീരുറവയായി ഇസ്ലാം ചൊരിഞ്ഞേകിയത്. അവർക്ക് ജീവിതത്തിന്റെ നീരുറവ പോലെ, മഴ പെയ്തിറങ്ങുന്നത് പോലെ ഇസ്ലാം അനുഗ്രഹം ചെയ്തു കൊടുത്തതുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് കൂട്ടിച്ചെന്നു. പറയുന്നത് ആരാ? പ്രഗത്ഭനായ തോമസ് അർനെയിൽഡ്, പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ. ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകമുണ്ട്. അതിൽ കാണാം ഇസ്ലാം വളരാൻ കാരണം ഉച്ചനീചത്വത്തിനെതിരെ ശബ്ദിച്ച മതം ഇസ്ലാം മാത്രമാണ്. ടിപ്പു സുൽത്താൻ ഒരിക്കൽ മൈസൂരിൽ നിന്ന് കൊണ്ട് പാലക്കാട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ മലബാറിന്റെ മലമടക്കുകളിൽ വഴിയോരങ്ങളിൽ കണ്ടു ഈഴവ സ്ത്രീകൾ മാറുമറക്കാതെ നടക്കുന്നു. മാറുമറക്കുന്നില്ല ഈഴവ സ്ത്രീകൾ, ഒരു പറ്റം സ്ത്രീകൾ റോട്ടിലൂടെ ആട്ടുംകൂട്ടം പോകുന്ന പോലെ ഒരു നൂല് പോലും ശരീരത്തിലില്ല, അടിവസ്ത്രം പോലും ഇല്ലാതെ പോകുന്ന പെണ്ണുങ്ങൾ. അത് കണ്ടപ്പോൾ ടിപ്പു അല്ലെങ്കിൽ തന്നെ ഒരു ലജ്ജാവതിയാണ് പ്രിയപ്പെട്ട ടിപ്പു സുൽത്താൻ. അദ്ദേഹം പെണ്ണുങ്ങൾ ഡ്രസ്സ് ധരിക്കുന്ന പോലെയാണ്, മുഖവും മുൻകൈയും മാത്രം പുറത്തു കാണിക്കും. ആ രൂപത്തിലെ ടിപ്പുവിന്റെ വേഷം തന്നെ. അബുൽ ഫതഹ് അലി വലിയുല്ലാഹി ടിപ്പു സുൽത്താൻ നവറല്ലാഹു മർഖദ, അതാണ് ടിപ്പു. ടിപ്പു പറഞ്ഞു, ആളുകളെ വിളിച്ചുകൊണ്ട് പട്ടാളക്കാരോട് പറഞ്ഞു, ആ സ്ത്രീകളോട് ചെന്ന് ചോദിക്കുക എന്താ മാറുമാർക്കാണ് നടക്കുന്നത്. ആ സന്ദർഭത്തിൽ അരമുണ്ട് മാത്രം ഇട്ടിട്ടുണ്ട്, മേൽഭാഗം മറച്ചിട്ടില്ല. അരമുണ്ട് മാത്രമുണ്ട്, മാറ് മറച്ചിട്ടില്ല. ടിപ്പുവിന്റെ പട്ടാളക്കാർ ചെന്ന് ചോദിച്ചു, എന്താ മാറ് മറക്കാത്തത്? ആ സന്ദർഭത്തിൽ ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ഏമാനെ, മാറ് മറക്കാൻ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, ഞങ്ങളെ മേലാളന്മാർ സമ്മതിക്കൂല. ഞങ്ങളെങ്ങാനും മാറ് മറച്ചാൽ ഇല്ലത്തെ റാണി ഞങ്ങളുടെ മാറ് പിച്ചു ചിന്തും, അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശമില്ല. ബ്രാഹ്മണൻ ഞങ്ങൾ ആക്രമിക്കും. ടിപ്പുവിന് അരിശമൂത്തു. ടിപ്പു പറഞ്ഞു, ഞാനിപ്പോ അല്പം തിരക്കിലാണ്, പാലക്കാട്ട് പോയി മടങ്ങി വരട്ടെ, പടയോട്ടം കഴിഞ്ഞ് ജയിച്ചു വരട്ടെ. തിരിച്ചു വരുന്ന സമയത്ത് സൗജന്യമായി പുടവ് കൊടുത്തു ടിപ്പു സുൽത്താൻ. എല്ലാ സ്ത്രീകളോടും പറഞ്ഞു മാറ് മറക്കാൻ. മാറ് മറച്ചതിന്റെ പേരിൽ, ഞാൻ കൊടുത്ത പുടവ കൊണ്ട് മാറ് മറച്ചതിന്റെ പേരിൽ ഈഴവ പെണ്ണിന്റെ കണ്ണീര് ഈ ഭൂമിയിൽ വീഴേണ്ടി വന്നാൽ റബ്ബ് സാക്ഷി, ഈ ഘടകം അവന്റെ തലവെട്ടും. ടിപ്പുവിന്റെ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ ടിപ്പുവിന്റെ പട്ടാളത്തിന് 1-2 നമ്പൂരിമാരുടെ തല വെട്ടേണ്ടി വന്നു. അതിന്റെ പേരിൽ സംഘപരിവാറിന്റെ ചരിത്രത്തിൽ ടിപ്പു സുൽത്താൻ വർഗീയവാദിയാണ് അല്ല, ടിപ്പു വർഗീയവാദിയല്ല. ടിപ്പുവിന്റെ കോട്ടക്കുള്ളിൽ ആ 2 സൗധം കെട്ടിപ്പൊക്കിയത്. ഒന്ന് പ്രിയപ്പെട്ട ടിപ്പുവിന്റെ ആളുകൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി, ടിപ്പുവിന് നിസ്കരിക്കാനുള്ള പള്ളി, തൊട്ടടുത്ത ക്ഷേത്രം. ടിപ്പുവിന്റെ വലങ്കൈ പൂർണ്ണയ്യ എന്ന് പറയുന്ന ഒരു ഹിന്ദുവാണ്. ടിപ്പുവിന്റെ ചരിത്രം ഒരു പുള്ളി പോലും, ഒരു ചരിത്രം പോലും മാറ്റാതെ എഴുതി വെച്ച ഒരേ ഒരു ചരിത്ര പുസ്തകമുള്ളത് ടിപ്പുവിന്റെ കരവാൾ എന്ന പുസ്തകം എഴുതിയത് ഭഗവാൻ ഗിദ്വാനിയാണ്. ഭഗവാൻ ഗിദ്വാനിയാണ് ടിപ്പുവിന്റെ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിലുടനീളം ടിപ്പുവിന്റെ മതേതരത്വവും മതസൗഹാർദ്ദവുമാണ് പറയുന്നത്. പക്ഷെ ടിപ്പു ഇവിടെ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗമാകുന്ന ഈഴവ സ്ത്രീകൾക്കുള്ള അവകാശത്തിന് വേണ്ടി പോരടിച്ചിട്ടുണ്ട്. അങ്ങനെ മുസ്ലിം രാജാക്കന്മാരും മുസ്ലിം നേതാക്കന്മാരും മുസ്ലിം പ്രബോധകന്മാരും ഈഴവരായ പുലയന്മാരായ ചെറുമന്മാരായ തീയന്മാരായ ജനങ്ങൾക്ക് അവകാശത്തിന് വേണ്ടി പടപെട്ടിയും അവകാശം കൊടുത്തും മണ്ണ് കൊടുത്തും വീട് കൊടുത്തും അവകാശങ്ങൾക്ക് വേണ്ടി അവർ കൂടെ നിന്നതുകൊണ്ട് അവരിവിടെ മനുഷ്യന്മാരായി ജീവിച്ചു. അതുകൊണ്ട് ഇസ്ലാമായ രക്ഷപ്പെടും. അന്ന് അവിടം വിട്ടു പോകുന്നത് ഈ ദുരവസ്ഥയിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ചോദിക്കുന്നു, തിരിച്ചു വിളിക്കുന്നവർ, ഗർവാപ്രസി തിരിച്ചു വിളിക്കുന്നവരോട് തിരിച്ചു വരാൻ ഞങ്ങൾ തയ്യാറായാൽ ഏത് ഇടം നൽകാൻ നിങ്ങളുടെ ബർത്തൊഴിവുണ്ട്. എനിക്കൊരാഗ്രഹമുണ്ട്, ഞാനൊന്ന് ബ്രാഹ്മണനായ തർക്കേടില്ല, തരുമോ? ഒരാൾക്ക് അങ്ങനെ ഒരു പൂതി, ബ്രാഹ്മണനായ കുറച്ച് വലിയ ആളാവാം. കാരണം വേദം ചെല്ലുന്നവൻ ബ്രാഹ്മണനാണ്, വേദം മറിക്കുന്നവൻ ബ്രാഹ്മണനാണ്, രാജാധികാരം ആര് വാഴണമെന്ന് ക്ഷത്രിയന് നിർവഹിക്കുന്നത് ബ്രാഹ്മണനാണ്. ചാതുർവർണ്ണ്യം മയാസിഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന 4 വർണ്ണം ഉണ്ടാക്കിയത് ഞാനാണെന്ന വേദവാക്യത്തെ സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് ബ്രാഹ്മണനുണ്ടാക്കിയ ജാതീയത. ആരാണിവിടെ വേദം രാജ്യം ഭരിക്കേണ്ടത്? ക്ഷത്രിയനാണ് തീരുമാനിക്കുന്നത്, ബ്രാഹ്മണനാണ്. അതുകൊണ്ട് ഭരണം പോലും തീരുമാനിക്കുന്ന ബ്രാഹ്മണനാവണമെന്ന് എനിക്കൊരു പൂതിയുണ്ട്. പക്ഷെ സമ്മതിക്കോ? ഒരു സുന്നിക്ക് വേണമെങ്കിൽ നാളെ മുജാഹിദാവാം, ഒരു മുജാഹിദിന് വേണമെങ്കിൽ പിന്നെ ജമാഅത്താവാം, ഒരു ജമാഅത്തുകാരന് വേണമെങ്കിൽ മടങ്ങി വന്ന സുന്നിയനാവാം. ആർക്കും പരാതിയില്ല. അവന്റെ ജയാപജയവും സത്യാസത്യ വിവച്ഛേദനും അവൻ നിർണയിച്ച് ആഖിബത്ത് അവൻ തീരുമാനിച്ചോളണം. പഠിച്ച റബ്ബിന്റെ മുമ്പിൽ ആഖിബത്ത് നിർണയിക്കപ്പെടും എന്ന് മാത്രം. പക്ഷേ തടസ്സമല്ലല്ലോ. ഒരു സുന്നിക്ക് മുജാഹിദാവാൻ തടസ്സമുണ്ടോ? ഒരു മുജാഹിദിന് ജമാഅത്താവാൻ തടസ്സമുണ്ടോ? ഒരു തബ്ലീഗിന് സുന്നിയാവാൻ തടസ്സമുണ്ടോ? ഇല്ല. നേരെ മറിച്ച്
ഒരു പുലയൻ തന്റെ ഒരു ജീവിതം മുഴുവനും തപസ്സിരുന്നാലും അവന് ബ്രാഹ്മണനാവാൻ കഴിയില്ല. ഒരു നമ്പൂരിക്ക് അല്ലെങ്കിൽ ഒരു നായർക്ക് തന്റെ ജീവിതകാലം മുഴുവൻ മാറ്റിവെച്ചാലും ഒരു ചെറുമന്റെ വർഗത്തിലേക്ക് വരാൻ കഴിയില്ല. എന്താ അതിനർത്ഥം? ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ജാതീയതയാണ്. അതുകൊണ്ട് ഗർഭാപസി പറയുന്ന ആളുകളോട് ചോദിക്കുകയാണ്, അങ്ങോട്ട് വരാം, പക്ഷെ ബ്രാഹ്മണനാവാൻ പൂതിയുണ്ട്, ഒന്ന് നായരായ തർക്കടില്ല എന്നുണ്ട്. അപ്പൊ ഒരു പുലയന് തോന്നുകയാണ്, എനിക്കൊന്ന് നായരാവണം, വേഗം ഇസ്ലാമിലേക്ക് വരാം. എന്നിട്ട് ഗർഭാപസി പറയാണ്, വേഗം നായരാവാൻ അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല, ഇല്ല, അവന്റെ ബർത്ത് ഇല്ല, അവിടെ സീറ്റില്ല. അതുകൊണ്ടാണ് NSSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഗർഭാപസി വേണ്ട. എന്താ കാരണം? ഞങ്ങളെ സ്ഥലത്ത് ഒഴിവില്ല, ഇങ്ങോട്ട് വരണ്ട. അപ്പൊ അതുകൊണ്ട് ഇതെന്ത് കൊല്ലാപ്പ, എന്ത് ഗർഭാപസി? പിന്നെ ഗർഭാപസി പറയുന്നവരോട് നമുക്ക് തിരിച്ചു വേറെയും ഒരു ചോദ്യമുണ്ട്. ഈ ഗർഭാപസി വല്ലാതെ പറയേണ്ട കാര്യമില്ല. ഏതാ ഈ തറവാട്? ഏതാ ഈ പഴയ വീട്? ഏതാണ് ഈ തറവാട്ടിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത്? ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ, നരേന്ദ്രമോദിയുടെ ആളുകളുടെ ആര്യവൽക്കരണം വരുന്നതിന് മുമ്പ് ഈ നാടിന്റെ മക്കളാരാണ്? അപ്പൊ പറയുന്നത് ശശികല ടീച്ചറാണല്ലോ. നരേന്ദ്രമോദി മുതൽ ശശികല ടീച്ചർ വരെയുള്ളവർ പറയട്ടെ, നിങ്ങളുടെ പൂർവികന്മാർ എന്ന് പറയുന്നത് ആര്യന്മാരാണ്. ആര്യമതത്തിലേക്ക് മടങ്ങാനല്ലേ പറയുന്നത്. പക്ഷെ ആര്യന്മാർ വരുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് വേറൊരു കൂട്ടരുണ്ടായിരുന്നു, അവരാണ് ദ്രാവിഡന്മാർ. ഇന്ത്യയുടെ തറവാട് ദ്രാവിഡന്മാരുടെ കയ്യിൽ, ആര്യന്മാരുടെ കയ്യിലല്ല. ഈ പറയുന്ന തറവാട് എന്ന് പറയുന്ന ഇവര് പറയുന്നത് ആര്യ തറവാടാണ്. ആര്യ തറവാടിന്റെ മുമ്പിൽ ദ്രാവിഡ തറവാടുണ്ട് ഇന്ത്യയിൽ. ചരിത്രം പറയട്ടെ, ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ പറയട്ടെ, തോമസ് ആൽവയുടെ പേച്ചിംഗ് ഓഫ് ഇസ്ലാം പറയട്ടെ, പ്രഗത്ഭനായ ഡോക്ടർ രാധാകൃഷ്ണന്റെ ഇന്ത്യൻ ഫിലോസഫി പറയട്ടെ, രാമകൃഷ്ണ റാവുവിന്റെ ലോകചരിത്രം ക്രിസ്തുവിന് മുമ്പ് എന്ന പുസ്തകം പറയട്ടെ, അയ്യപ്പന്റെ പറയട്ടെ, ഇതെല്ലാം അവാർഡ് കിട്ടിയ ഗവൺമെന്റ് അംഗീകരിച്ച പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങൾ മുഴുവൻ പറയുന്നു ഇന്ത്യയുടെ ആദ്യ തറവാട്ടുകാർ ദ്രാവിഡന്മാരാണ്. ഇവരെവിടെ നിന്ന് വന്നവരാ? ദ്രാവിഡന്മാർ എവിടെന്നാ വന്നത്? ആദ്യമായി മനുഷ്യനുണ്ടായത്, മനുഷ്യകുലം ആരംഭിച്ചത്, മനുഷ്യന്റെ നാഗരികത വളർന്നത് മെസപ്പൊട്ടോമിയ എന്ന പ്രദേശത്താണ്. മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന പ്രദേശം ഇന്നത്തെ ഇറാഖാണ്. യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് മെസപ്പൊട്ടോമിയ. ആ മെസപ്പൊട്ടോമിയയിലാണ് ജനങ്ങൾ ആദ്യമായി കൾച്ചർ തുടങ്ങിയത്. അവിടെ തുടങ്ങിയപ്പോ അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞൊരു പ്രവാചകനുണ്ട്, മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. നൂഹ് നബിയാണ് മെസപ്പൊട്ടോമിയയിലെ പ്രവാചകൻ. അവിടെ നിന്നുകൊണ്ട് ജനങ്ങൾ മറ്റു പല ഭാഗത്തേക്ക് പോയി. ഒരു കൂട്ടർ ഗ്രീക്കിൽ ചെന്ന് ഗ്രീക്ക് സംസ്കാരമുണ്ടാക്കി, വേറെ കൂട്ടർ ഈജിപ്തിൽ ചെന്ന് ഈജിപ്ഷ്യൻ സംസ്കാരമുണ്ടാക്കി, വേറെ കൂട്ടർ ചൈനയിൽ ചെന്ന് ചൈനീസ് സംസ്കാരമുണ്ടാക്കി, വേറെ സംഘം റഷ്യയിൽ ചെന്ന് റഷ്യൻ സംസ്കാരമുണ്ടാക്കി. അന്നൊന്നും അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനൊന്നുമില്ല, അതൊക്കെ പിന്നുണ്ടായതാണ്. പക്ഷെ നാഗരികത, പഴയ നാഗരികത, ഏറ്റവും ആദ്യത്തെ നാഗരികത മെസപ്പൊട്ടോമിയ എന്ന ഇറാഖാണ്. അവിടെ നിന്ന് ഒരു കൂട്ടർ ഗ്രീക്കിൽ പോയപ്പോൾ ഒരു കൂട്ടർ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തേക്ക് വന്നു. അവരാണ് ദ്രാവിഡന്മാർ. അവർ ഇന്ത്യയിൽ വന്നപ്പോഴാണ് ഇന്ത്യയിൽ ആദ്യത്തെ സംസ്കാരം ഉണ്ടാക്കിയത്, അഥവാ മോഹൻജദാരോ ഹാരപ്പ. നമ്മൾ സ്കൂളിൽ പഠിക്കാറുണ്ടല്ലോ മോഹൻജദാരോ ഹാരപ്പ എന്ന സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം. അതാണ് ഇന്ത്യയിലെ ആദിമവാസി. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആളുകൾ നരേന്ദ്രമോദിയുടെ പൂർവികരായ ആര്യന്മാരല്ല, ശശികല ടീച്ചറുടെ പൂർവികന്മാരെ ആര്യന്മാരല്ല, ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗമായ ആദിവാസികളാകുന്ന ദ്രാവിഡന്മാരാണ്. അവർ മെസപ്പൊട്ടോമിയയിൽ കൊണ്ട് വന്നവരാണ്. മെസപ്പൊട്ടോമിയയിൽ നിന്ന് വരുമ്പോൾ അവരുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് ഋഗ്വേദത്തിൽ കാണാം. ഋഗ്വേദം എന്ന് പറയുന്നത് ഈ ഇന്ത്യ രാജ്യത്തിന്റെ ആർഷഭാര സംസ്കാരത്തിന്റെ ചതുർവേദങ്ങളിൽ അതിപ്രധാനമായ വേദമാണ്. ചതുർവേദമുണ്ട് ഇന്ത്യക്ക്. ചതുർവേദം 4 വേദം. അതിലാണ് ഒന്ന് കാണുന്നത് ഋഗ്വേദം, സോമവേദം, അഥർവേദം, യജുർവേദം. 4 വേദത്തിൽ അഖീദ, അങ്ങനെ പറയാം നമ്മുടെ ഭാഷയിൽ, വിശ്വാസപരമായ കാര്യങ്ങളെ പറ്റി പറയുന്ന ഒരു വേദമാകുന്നു ഋഗ്വേദം. ആ ഋഗ്വേദം ഇവിടേക്ക് കടന്നു വന്ന ദ്രാവിഡന്മാരുടേതാണ്. അത് ആര്യന്മാർ പിന്നെ പിടിച്ചു വെച്ചതാണ്. എന്നാൽ ദ്രാവിഡന്മാരുടെ വിശ്വാസത്തെ പറ്റി അതിൽ കാണാം, ഏകം ബ്രഹ്മം ബഹുദാ വദന്തി. ഏകം ബ്രഹ്മം, ദൈവം ഒന്നാണ്, അല്ലാഹു ഒരുവനാണ്, ഇലാഹു ഒന്നാണ്, ജഗത്തൊന്നാണ്, ഈശ്വരൻ ഒന്നാണ്, തമ്പുരാൻ ഒന്നാണ് എന്ന് പറയുന്നതാകുന്നു ഋഗ്വേദം. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി കടന്നു വന്ന ദ്രാവിഡന്മാരുടെ വിശ്വാസം ഏകദൈവ വിശ്വാസമാണ്. അതൊരു പക്ഷേ ഇസ്ലാമാണ്.
അത് ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ മാത്രമല്ല, റസൂലുള്ളാഹിന്റെ മുമ്പുള്ള പ്രവാചകന്മാരുടെ ശരിവെക്കാനാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ആദം നബി മുതൽ ലോകത്ത് ഇസ്ലാമുണ്ട്. അതുകൊണ്ട് നൂഹ് നബിയുടെ 3ാമത്തെ തലമുറയാണ് ഇന്ത്യയുടെ ആദിമവാസികൾ. അവർ ദൈവം ഒന്നാണ് എന്ന് പറഞ്ഞവരാണ്. വേണമെങ്കിൽ സംഘപരിവാറിന് ഒരു ചരിത്ര വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് SKSF തർക്കിക്കാൻ തയ്യാറാണ്, സംവാദത്തിനാണെങ്കിൽ തയ്യാറാണ്. രാജ്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പറയട്ടെ, രാജ്യത്തിന്റെ വേദങ്ങൾ പറയട്ടെ, അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പറയട്ടെ, സർവകലാശാലകൾ അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ചരിത്രങ്ങൾ പറയട്ടെ. ഈ രാജ്യത്തേക്ക് ആദ്യം കടന്നു വന്നത് മുവഹ്ഹിദീങ്ങളാകുന്നു, ഏകദൈവ സിദ്ധാന്തത്തിന്റെ ആളുകളാകുന്നു, അഥവാ മുസ്ലിമീങ്ങളാകുന്നു. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തേക്ക് ആദ്യം വന്നത് ആര്യന്മാരല്ല, മുസ്ലിമീങ്ങളാണ്. അപ്പൊ തറവാട് പറയുകയാണെങ്കിൽ അങ്ങോട്ട് പോകണം, ഇസ്ലാമിലേക്ക്. ഞങ്ങൾ അങ്ങനെ ഒരു പറച്ചിലിന് മെനക്കെടുത്തില്ല, പേടിച്ചിട്ടല്ല, അതൊരു അധികപ്പറ്റാണ്, അതൊരു സങ്കുചിതത്വമാണ്. വിശാലത രാജ്യത്തിന്റെ ഭാരതത്തിന്റെ പൈതൃകത്തെ അംഗീകരിക്കലാണെങ്കിൽ അത് നാനാത്വത്തിൽ ഏകത്വത്തെ സമ്മതിക്കലാണ്, അഥവാ സർവ്വമതങ്ങളെയും സമ്മതിക്കലാണ്. എല്ലാവർക്കും ഒരുപോലാവാ ഇന്ത്യ, അല്ലാണ്ട് ഒരുത്തന്റെ മാത്രമല്ല. ഇനി തറവാട് വേറെയും വേണമെങ്കിൽ പറയാം. ലോകത്താദ്യമായി ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് സ്വർഗത്തിലാണ്. പക്ഷെ ആദം നബി വരണം ഇന്ത്യയിൽ, ലോകത്തിൽ, ഭൂമിയിൽ വരണം ആദം നബി. കാരണം അള്ളാന്റെ കരാറാണ്. ചിലരൊക്കെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങൾ ഒരിക്കലും പറഞ്ഞു ആദം നബി നബിയല്ല. അത് ചില വിവരമില്ലാത്ത കുറെ വിഘടിതന്മാരുണ്ടായി, അവരിങ്ങനെ ചൊല്ലി പറയാൻ തുടങ്ങി. ശംസുൽ ഉലമാ ഈക്കന്റെ ആഖിബത്ത് കണ്ടറിയണം, ആദം നബി പോലും നബിയല്ലത്രേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 അർത്ഥത്തിലാണ് ശംസുൽ ഉലമാ പറഞ്ഞത്. ഒന്ന്, ആദം നബി തെറ്റ് ചെയ്തിട്ടില്ല. ഖുർആനിൽ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് നാടന്മാരായ നമുക്ക് തിരിയാൻ വേണ്ടി മാത്രമാണ്. അള്ളാഹുവിന്റെ കരാറിനെ പൂർത്തീകരിച്ചതാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അത് മഅ്സൂമീങ്ങളിൽ പ്രഥമനാണ്. ആ നബി അലൈഹിസ്സലാത്തു വസ്സലാം തെറ്റ് ചെയ്തവൻ അല്ല. ഇതാണ് ശംസുലമന്റെ കാഴ്ചപ്പാട്. ആദം നബി തെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഖുർആൻ പറഞ്ഞ തെറ്റ് ചെയ്തു എന്നും തൗബ ചെയ്തു അള്ളാഹു സ്വീകരിച്ചെന്നും അങ്ങനെ സ്വർഗത്തിന് പുറത്തു വന്നതാണെന്നും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതല്ല. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതെന്താ? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഖലീഫയെ ഉണ്ടാക്കുന്നു. അപ്പൊ മലക്കുകൾ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചതെന്താ? ഖാലു അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. അല്ലാഹു പറയുന്നു, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മലക്കുകൾ പറഞ്ഞു, പടച്ചോനെ, ഭൂമിയിൽ ഫിത്ന ഉണ്ടാക്കുന്ന, ഫസാദ് ഉണ്ടാക്കുന്ന, രക്തച്ചൊരിച്ചുകൾ ഉണ്ടാക്കുന്ന ആളുകളെ നീ എന്തിനാ സൃഷ്ടിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താ? മനുഷ്യന്മാർ എങ്ങനത്തെവരായിരിക്കുമെന്ന് അല്ലാഹു തആല മലക്കുകളോട് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ മലക്കുകൾ ഇവിടെ വന്ന് പഠനം നടത്തിയിട്ട് അല്ലെങ്കിൽ മനുഷ്യന്മാർ കണ്ടുപോയി തിരിച്ചു വന്ന് പറയല്ലോ. അതുകൊണ്ട് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു കൊടുത്തു, ഭൂമിയിൽ ഉണ്ടാക്കാൻ പോകുന്ന മനുഷ്യന്മാർ ഇങ്ങനത്തെവരാണ്, ഞാൻ അവരുണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോ, എന്തിന് റബ്ബേ നീ ഉണ്ടാക്കുന്നു? അവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരല്ലേ? ഞങ്ങളില്ലേ നിനക്ക് സുജൂദ് ചെയ്യാൻ? ഞങ്ങളില്ലേ നിനക്ക് ദിക്ർ ചൊല്ലാൻ? ഞങ്ങളില്ലേ നിനക്ക് ആരാധിക്കാൻ? അതുകൊണ്ട് നീ എന്തെന്ന് മനുഷ്യന്മാരെ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചപ്പോ അല്ലാഹു തആല പറയുന്നു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. എല്ലാം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, നിങ്ങൾ അറിയാത്ത പലതും എനിക്കുണ്ട്, അത് ഗോപ്യമാണ്, അത് ഞാൻ മറച്ചു വെക്കുകയെ. അത് തുടക്കം കുറിക്കുന്നത് ആദം നബി. അപ്പൊ അള്ളാഹ് പറഞ്ഞത് എന്താ? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഭൂമിയിൽ ഞാൻ മനുഷ്യനെ ഉണ്ടാക്കും, ഞാൻ ആക്കും എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ഉണ്ടാക്കിയത് സ്വർഗത്തിലാണ്. അള്ളാഹ് പറഞ്ഞതൊന്ന്, ചെയ്തത് വേറൊന്ന്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞതിനെ അള്ളാഹുവിന്റെ ആബിദായ പ്രഥമ മനുഷ്യനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ വന്നേ തീരൂ. അതുകൊണ്ട് റബ്ബ് തആലക്ക് ഇബാദത്ത് ചെയ്ത, അള്ളാഹുവിന് വഴിപ്പെട്ടതാണ് വിലക്കപ്പെട്ട ഖനി ഭക്ഷിച്ചത്. സംശയത്തിന്റെ കാഴ്ചപ്പാട്. ആദം നബി അള്ളാഹുവിനെ എതിര് ചെയ്തതല്ല, മറിച്ച് ആദം നബി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തതാണ്. അതുകൊണ്ടാണ് വിലക്കപ്പെട്ട ഖനി ഭക്ഷിച്ചത്. അത് നിമിത്തം. ഇബാദത്ത് ഏതാണ്? സ്വർഗത്തിൽ നിന്ന് പുറത്തു വരണം. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഭൂമിയിലേക്ക് ആദ്യമായി കാലുകുത്തിയത് എവിടേക്കാണ്? നമ്മുടെ ഈ രാജ്യമായ, നമ്മൾ പെറ്റുപോന്ന് വളർന്ന ഈ ഭാരതത്തിലേക്ക്, അഭിവത്ത ഇന്ത്യയുടെ സിലോണിലേക്ക്. ആദം നബി ആദ്യമായി കാലുകുത്തിയത് ഇന്ത്യയിലാണ്. ഇവിടെ നിന്ന് ആദം നബി 40 വട്ടം, എത്ര? 40 തവണ ഹജ്ജ് നിർവഹിക്കാൻ നടന്നുകൊണ്ട് മക്കയിലേക്ക് ചെന്നിട്ടുണ്ട്. 40 വട്ടം. ഫത്ഹുൽ ഖദീർ എന്ന് പറയുന്ന തഫ്സീറിൽ കാണാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാം 40 വട്ടം ഹജ്ജ് നിർവഹിക്കാൻ മക്കയിൽ പോയി.
അതിനർത്ഥം എന്താ? 39 വട്ടവും മടങ്ങി ഇന്ത്യയിലേക്ക് വന്നു എന്നാണ്. എന്നാലല്ലേ 40ാമത്തെ വട്ടം ഇവിടുന്ന് പോകാൻ പറ്റും. അപ്പൊ എന്തിനാ എല്ലാ വട്ടവും ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നതിന്റെ അർത്ഥം? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു മകനായ ഹാബീൽ മറ്റേ മകനായ ഹാബീലിനെ കൊന്നു. കൊന്ന വാർത്ത ആദം നബി അറിയുന്നത് മക്കയിൽ വെച്ചിട്ടാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബി അന്നത്തെ കഅബയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദം നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് മടങ്ങണം, നിങ്ങൾ തിരിച്ചു പോകണം. ഷേഖ്സാദിൽ കാണാം. ഷേഖ്സാദ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ ബൈലാവിയുടെ വ്യാഖ്യാനമാണ്. ബൈലാവിയെ വിശദീകരിച്ചുകൊണ്ട് എഴുതിയ കിതാബാണ് ഷേഖ്സാദ. അതിന്റെ മുഖദ്ദിമയിൽ കാണാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിവരമറിഞ്ഞപ്പോൾ ഫറജഅ ഇലൽ ഹിന്ദ്, ഇന്ത്യയിലേക്ക് ആദം നബി പെട്ടെന്ന് മടങ്ങി. റജഅ, മടങ്ങി. ഇന്ത്യയിലേക്ക് മടങ്ങി എന്ന് പറയുന്ന അർത്ഥം എന്താ? ഇന്ത്യയിൽ നിന്ന് പോയിട്ടാ മടങ്ങലുണ്ടായത്. അല്ലെ ദഹബ ഇലൽ ഹിന്ദ് എന്ന് പറയണം, ഇന്ത്യയിലേക്ക് പോയി അല്ല. റജഅ ഇലൽ ഹിന്ദ് ഫറജഅ ഇലൽ ഹിന്ദ്, ഇന്ത്യയിലേക്ക് പെട്ടെന്ന് ആദം നബി മടങ്ങി. മടങ്ങേണ്ടി വന്നത് ഇന്ത്യയിലാണ് കൊലപാതകം നടന്നത്. അഥവാ ആദം നബിന്റെ മക്കളുള്ളത് ഇന്ത്യയിലാണ്, ആദം നബിന്റെ വീട് ഇന്ത്യയിലാണ്, ആദം നബിന്റെ നാട് ഇന്ത്യയിലാണ്, ആദം നബിന്റെ നാഷണാലിറ്റി ഇന്ത്യനാണ്, ആദം നബിന്റെ പാസ്പോർട്ടും ഐഡന്റിറ്റി കാർഡും ആധാറും റേഷൻ കാർഡും ഒക്കെ ഇന്ത്യയുടേതാണ്. ആദം നബി ഇന്ത്യക്കാരനാണ്. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ ഇന്ത്യക്കാരൻ, ലോകത്തിലെ ആദ്യത്തെ ഹാജി ഇന്ത്യക്കാരൻ, ലോകത്തിലെ ആദ്യത്തെ ഇന്ത്യക്കാരൻ മുസ്ലിമാണ്. ആദ്യത്തെ മുസ്ലിം ഇന്ത്യക്കാരൻ, ആദ്യത്തെ ഇന്ത്യക്കാരൻ മുസ്ലിമാണ്. ഇത് സംഘപരിവാറല്ല. ശശികല 10,000 വട്ടം പ്രസംഗിച്ചാലും ചരിത്രത്തെ വക്രീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രത്തിൽ മുസ്ലിങ്ങൾ അഭിമാനത്തോടുകൂടി ഇന്ത്യ നിലകൊള്ളുക തന്നെ ചെയ്യും. ഒരുത്തന്റെയും ഊരയിൽ വെച്ച് കിട്ടിയിട്ടല്ല, ആരുടെയും ഔദാര്യത്തിനല്ല, ഈ ചേർന്നത് ഈ മണ്ണിലാണെന്ന അഭിമാനത്തോടെ ഓരോ ഇന്ത്യൻ മുസ്ലിമും അഭിമാനത്തോടെ ജീവിക്കും. അതാ ഇന്ത്യക്കാരൻ. ആ ഇന്ത്യ രാജ്യത്ത് എന്തെല്ലാം അടിച്ചേൽപ്പിക്കപ്പെടലുകളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇസ്ലാം മതം വളർന്നത് വർഗീയത കൊണ്ടല്ല. ശ്രീമതി ഗാന്ധിയോട്, ഇന്ദിരാഗാന്ധിയോട് പാർലമെന്റിൽ വെച്ചുകൊണ്ട് ഒരാൾ ചോദിച്ചു, എന്താ നമുക്കൊരു ബില്ല് അവതരിപ്പിച്ചാൽ, എന്താ നമുക്കൊരു തീരുമാനമെടുത്താൽ ഇസ്ലാം ഭീകരവാദമാണെന്ന്, ഇസ്ലാം ഭീകരവാദമാണെന്ന് തീരുമാനിച്ചാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ശ്രീമതി ഗാന്ധി പറഞ്ഞ മറുപടിയുണ്ട്. ഇസ്ലാമിന് ഭീകരവാദമായി അവതരിപ്പിക്കുന്ന തിരക്കിലാണല്ലോ പല ആളുകൾക്കും. നമ്മുടെ കേരളക്കാര് ഇന്ത്യ രാജ്യം ഇപ്പൊ ആളുകൾക്കൊക്കെ ഒരു അഭിമാനമാണ്. തീവ്രവാദം നമ്മുടെ ഇടയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഇസ്ലാമിനെ പറ്റി ഒരു മണ്ണാങ്കട്ടി ഇവർക്കൊന്നും അറിയില്ല. IS എന്ന് പറയുന്ന ഒരു ഭീകരവാദി സംഘടന ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി പ്രവർത്തിക്കാൻ IS. ഇവരൊരു വഴിയിലൂടെ പോകുന്ന സമയത്ത് ചെക്ക് പോസ്റ്റുകളിൽ വെച്ച് മുസ്ലിമീങ്ങളായ ആളുകളെ, യാത്രക്കാരെ മുഴുവനും ചെക്ക് ചെയ്യുക, മുസ്ലിം അല്ലാത്തവരെ മുഴുവനും വെട്ടിക്കൊല്ലുക. ISന്റെ തീവ്രവാദി സംഘടനയുടെ നിലപാടാണ്. മുസ്ലിം അല്ലാത്തവരെ വെട്ടുക, ബാക്കിയുള്ളവരെ മുസ്ലിമാണോ രക്ഷപ്പെടുത്തുക, പോയിക്കോ എന്ന് പറയും. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ പരന്നിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പതുണ്ട്. എന്താണത്? ഒരു ക്രിസ്ത്യാനിയായ ജോസഫ് തന്റെ ഭാര്യയുടെ കൂടെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്തു. അയാൾ ഡ്രൈവ് ചെയ്ത് പോവാണ്. തിരിച്ചിങ്ങോട്ട് പോരാൻ കഴിയില്ല. ആ സമയത്ത് ആ ചെക്ക് പോസ്റ്റിൽ അല്ലെങ്കിൽ ഒരു സംഘത്തിന്റെ തീവ്രവാദികളുടെ തോക്കുമെടുത്തുകൊണ്ട് കാത്തിരിക്കുന്ന താടി വെച്ച തീവ്രവാദിയുടെ സ്ഥലത്ത് കൊണ്ട് അവന് തുടർന്ന് യാത്ര ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അവിടെ വെച്ചുകൊണ്ട് ചെക്കിംഗ് ആണ്. ചോദ്യം കേട്ടവൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. എന്താ നിന്റെ പേര്? അബ്ദുറഹിമാൻ, പോയിക്കോ. നിന്റെ പേരെന്താ? അബൂബക്കർ, പോയിക്കോ. നിന്റെ പേരെന്താ? ജോർജ്. അവനെ മാറ്റിയെടുത്തു. അവനെ ക്യാമ്പിന്റെ അകത്തേക്കാക്കുന്നു. പിന്നെ അവൻ വെളിച്ചം കാണൂല. ഒന്നുകിൽ അവന്റെ തലവെട്ടും, അല്ലെങ്കിൽ തുറങ്കിലടക്കും, അല്ലെങ്കിൽ ഈ വിധത്തിൽ മുസ്ലിം അല്ലാത്തവനെ തുറങ്കിലടച്ചുകൊണ്ട് പീഡിപ്പിക്കുന്ന വടിവിട്ട വർഗീയതയുടെ ആളുകൾ. അതാണ് IS എന്ന തീവ്രവാദി. ജോസഫ് ഒരു പണിയൊപ്പിച്ചു. പേര് പറഞ്ഞിട്ടാണല്ലോ പിടിക്കുന്നത്. അവന്റെ മനഃപൂർവ്വം ഇയാളെ പറഞ്ഞു, നിന്റെ പേരെന്താ? മുഹമ്മദ് എന്ന് പറഞ്ഞു. നിന്റെ പേരെന്താ ചോദിച്ചാൽ മുഹമ്മദ് എന്ന് പറഞ്ഞു. അപ്പോൾ സംശയം തോന്നിയ തീവ്രവാദി പറഞ്ഞു, എന്നാ അവനോട് ഖുർആൻ ആയത്തൊന്ന് ഓതുന്നു. നീ ഖുർആനിൽ കൂടെ ഒരു സൂക്തമോത്, അല്ലെങ്കിൽ ഒരു ചെറിയ സൂറത്തെങ്കിലും ഓത് എന്ന് പറഞ്ഞപ്പോ ജോസഫ് ബൈബിളിലെ മത്തായിയുടെ വചനം അറബിയിൽ അങ്ങ് പറഞ്ഞു കൊടുത്തു. മത്തായി പറഞ്ഞ സുവിശേഷം അറബി ഭാഷയിൽ പറഞ്ഞു കൊടുത്തു. പൊയ്ക്കൊന്നു. ഒരാങ്ങെത്തിയപ്പോ ഭാര്യ ചോദിച്ചു, വല്ലാത്ത മനുഷ്യൻ, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് അത് പറഞ്ഞത്? അതെങ്ങാനും ഖുർആനിലുള്ളതല്ലോ, അത് നമ്മളെ ബൈബിളിലുള്ളതല്ലേ, അത് ഖുർആനിലുള്ളതല്ല. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് അവിടെ വെച്ചുകൊണ്ടത് പറഞ്ഞത്? ഖുർആന്റെ പേരിൽ മറ്റൊന്ന് പൊച്ചുകെട്ടി എന്ന് പറഞ്ഞ കുറ്റത്തിന് നമ്മൾ രണ്ടുപേരെയും അവർ തുറങ്കിലടക്കുകയും കൊല്ലുകയും ചെയ്യില്ലേ? എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ബൈബിളിന്റെ
ഖുർആനാണെന്ന് പറഞ്ഞത്. ജോസഫ് ഭാര്യയോട് പറഞ്ഞു, മണ്ടി പെണ്ണെ, ഖുർആൻ ഒരക്ഷരം അവൻ അറിയില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ അവൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ടത്തരവും ഈ തെമ്മാടിത്തവും അവൻ കാണിക്കില്ല. അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ധൈര്യമുണ്ട് എനിക്കത് പറയാൻ. ഒരു പ്രാവശ്യം ഖുർആൻ അവൻ ഓതിയിട്ടുണ്ടെങ്കിൽ പേര് പറഞ്ഞ് ആളുകളെ തലവിട്ടുന്ന ഏർപ്പാടിലേക്ക് അവൻ പോവില്ല. അതുകൊണ്ട് അവൻ മുസ്ലിമല്ല. അതുകൊണ്ട് എന്ത് പറഞ്ഞാലെന്താ, ഇസ്ലാം അന്തസ്സുള്ള മതമാണ്. പക്ഷെ ഇവൻ തെമ്മാടിയാണ്. ആ ഭീകരവാദിയാണ് ഇന്ന് ഇസ്ലാമിനെ ഭരിക്കുന്നത്. ആ ഇസ്ലാമിനെ സമ്മതിക്കാൻ നമുക്ക് മനസ്സില്ല. അതല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം. മുഹമ്മദ് അസദ് എന്തുകൊണ്ട് മുസ്ലിമായി? മുഹമ്മദ് അസദ് റോഡ് ടു മക്ക, മക്കയിലേക്കുള്ള പുസ്തകം എഴുതി. ഒരുപാട് പരിഭാഷകൾ പുറത്തിറങ്ങിയ പുസ്തകമാണ് റോഡ് ടു മക്ക, മക്കയിലേക്കുള്ള പാത. അതിൽ മുഹമ്മദ് അസദ് എഴുതിയതാ. മുഹമ്മദ് അസദിന്റെ ആത്മകഥയാണ്. മുഹമ്മദ് അസദ് പറയുന്നു, അയാൾ ക്രിസ്ത്യാനിയായിരുന്നു. അയാളും കുറച്ച് യൂറോപ്യൻസും കുറച്ച് അറബികളും കൂടി ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ യാത്രക്കിടയിൽ കൊണ്ട് തന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സഹയാത്രികൻ ഒരു ഗ്രാമീണനായ അറബിയാണ്. ഭക്ഷണം കഴിക്കാൻ വിശന്ന സന്ദർഭത്തിൽ ഭക്ഷണപ്പൊടി ആ ഗ്രാമീണനായ അറബി അഴിച്ചു. അത് തുറന്നപ്പോൾ അതിൽ റൊട്ടിയും കുറച്ച് വെണ്ണയുമാണ്. മുഹമ്മദ് അസദ് തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ഗ്രാമീണൻ അറബി പറഞ്ഞു മുഹമ്മദ് അസദിനോട്, നിങ്ങൾ ഇതിൽ പങ്കുചേർന്നോളൂ, നിങ്ങൾ ഇനി ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അസദ് പറഞ്ഞു, എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം, ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കോളാം, നിങ്ങൾ ധൈര്യപൂർവ്വം സന്തോഷത്തോടെ കഴിച്ചോളൂ എന്ന് മുഹമ്മദ് അസദ് ഈ ഗ്രാമീണനായ അറബിയോട് പറഞ്ഞു. ആ സമയത്ത് മുഹമ്മദ് അസദിനോട് ഗ്രാമീണനെ അറബി ചോദിച്ചു, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? അതെനിക്ക് വിശക്കുന്നുണ്ട്. എങ്കിൽ ഇതിന്റെ പകുതി നിങ്ങൾ ഭക്ഷിക്കണം, എന്നാലേ അതിന്റെ പകുതി എനിക്ക് ഭക്ഷിക്കൽ ഹലാലാകൂ. നിങ്ങൾ വിശക്കുന്ന സമയത്ത് ഞാനിത് ഭക്ഷിച്ചാൽ ഞാൻ ഭക്ഷിക്കുന്നത് ഹറാമാകും. അതുകൊണ്ട് എനിക്ക് വിശക്കുന്നുണ്ട്, എന്റെ വിശപ്പ് മാറണമെങ്കിൽ ഇതിന്റെ പകുതിയെങ്കിലും എനിക്ക് അനുവദിച്ചു കിട്ടണ്ടേ? അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വിശക്കുന്ന സഹയാത്രിക, എന്റെ കൂടെയുള്ള അയൽപക്കക്കാര്, നീ ഇത് ഭക്ഷിക്കണം, എങ്കിലേ എനിക്കിത് ഭക്ഷിക്കാൻ പാടുള്ളൂ എന്ന് എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നീ ഇത് ഭക്ഷിക്കൂ, എങ്കിലേ എനിക്കതിന്റെ പകുതി ഹലാലാകൂ എന്ന് പറഞ്ഞ ആ നിമിഷമാണ് മുഹമ്മദ് അസദ് ഇസ്ലാമിലേക്ക് വരാനുള്ള ചുവടുവെപ്പ് ആരംഭിച്ചത്. അതാ ഇസ്ലാം. ആ ഇസ്ലാമാണോ ഇന്നത്തെ IS പറയുന്നത്? ആ ഇസ്ലാമാണോ ഇന്ന് ഹറക്കത്തെ മുജാഹിദ് പറയുന്നത്? ആ ഇസ്ലാമാണോ ഇന്ന് പാവപ്പെട്ട കുട്ടികളെ പാകിസ്ഥാന്റെ തെരുവിൽ വെച്ചുകൊണ്ട് വെടിവെച്ചു കൊല്ലുന്ന ഭീകരവാദി ചെയ്യുന്നത്? അതാണോ അൽ ഖായിദ ചെയ്യുന്നത്? അതാണോ താലിബാൻ ചെയ്യുന്നത്? അത് ഇസ്ലാമല്ല. അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഇസ്ലാം പറയാൻ ഞാൻ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. ഇരിക്കട്ടെ, ഇസ്ലാമിന്റെ സുന്ദര മുഖത്തിന്റെ ഭാഗത്തെ വികൃതമാക്കുന്ന സംഘപരിവാറിന് അനുകൂലമായി പണ്ട് കാലഘട്ടത്തിൽ ഒരു വർഗീയ വെച്ചുകൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിയോട് നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പറയണം, ഈ ഇസ്ലാം ഒരു ഭീകരവാദമാണ്. ശ്രീമതി ഗാന്ധി ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു, നോ, ഇസ്ലാം ഭീകരവാദമല്ല, ഇസ്ലാം തീവ്രവാദമല്ല. ഇസ്ലാമിനെ വളർത്തിയത് രണ്ട് ഘടകമാണ്. ഒന്ന്, ഇസ്ലാമിന്റെ സോഷ്യലിസ്റ്റ് മുഖം, അത് നേരത്തെ പറഞ്ഞ ജാതീയതക്കെതിരെ. രണ്ട്, ഔലിയാക്കന്മാരുടെ അത്ഭുത സിദ്ധി, അതാണ് ഇസ്ലാമിനെ വളർത്തിയത്. അതുകൊണ്ട് ഇസ്ലാം വർഗീയതയല്ല, ഔലിയാക്കന്മാരെ കണ്ട് പഠിക്കും. ഇന്ത്യയുടെ പാരമ്പര്യം ഔലിയാക്കളാണ്, ഇസ്ലാമിന്റെ പാരമ്പര്യം ഔലിയാക്കളാണ്. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നേരത്തെ പെടപ്പെട്ട അഹാബിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ തങ്ങൾ വഫാത്തായ വർഷമാസമാകുന്നു പരിശുദ്ധ റജബ്. മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്തായ മാസവും ഈ പരിശുദ്ധ റജബാണ്. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദോഷത്തെ പുറത്തു തിരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ തങ്ങൾ ആ ഒരു സ്ഥലത്ത് താമസമാക്കി, അജ്മീറിൽ. ആ പ്രദേശത്ത് താമസിക്കുന്ന സമയത്ത് ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ഹിന്ദുക്കളാണ്, വേറൊരു വർഗം അവിടെ ഇല്ല. അവർ കൊടുത്ത അമ്പലത്തിന്റെ തൊട്ടടുത്ത കുളത്തോട് ചേർന്നുകൊണ്ട് ഒരു പർണശാല, ആ പർണശാലയിൽ ബഹുമാനപ്പെട്ടവർ ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് കുഷ്ഠരോഗികൾ, വെള്ളപ്പാണ്ടുകാര്, മാറാവ്യാധികളൊക്കെ ഉള്ള ആളുകൾ വന്നുകൊണ്ട് പറയും, അദ്ദേഹം പറയും, അമ്പലത്തിന്റെ കുളത്തുനിന്ന് വെള്ളം എടുത്തോന്നു. അതെടുത്തുകൊണ്ട് ഇവർ മന്ത്രി ചൂതി കൊടുക്കും, അത് കുടിച്ചാലും കുളിച്ചാലും രോഗം സുഖപ്പെടും. അങ്ങനെ ആളുകളെല്ലാം ക്യൂ നിൽക്കാൻ തുടങ്ങി, ബഹുമാനപ്പെട്ട ഹാജ മുഈനുദ്ദീൻ തങ്ങളെ വലയം ചെയ്തിട്ട്. അവസാനം നാട്ടിലെ പ്രമാണിയായ നാടുവാഴി സവർണനായ പൃഥ്വിരാജിന്റെ ഓർഡർ, അമ്പലത്തിലെ വെള്ളം എടുക്കാൻ പാടില്ല, അമ്പലക്കുളത്തിലെ വെള്ളം എടുക്കാൻ പാടില്ല,
ബഹുമാനപ്പെട്ട ഹാജ മഈനുദ്ദീൻ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇതുവരെ കുടിച്ചത് ഈ വെള്ളമാണ്, ഞാൻ കുളിച്ചത് ഈ വെള്ളമാണ്, എനിക്ക് അവസാനത്തെ ഒരു കുടം വെള്ളം കൂടി തരണം, എന്നിട്ട് മതി നിങ്ങളുടെ വിലക്ക്, അതുകൊണ്ട് എനിക്കൊരു കുടം വെള്ളം എടുക്കാനുള്ള സമ്മതം തരണം എന്ന് മഹാനായ ഹാജ മഈനുദ്ദീൻ തങ്ങൾ നിർബന്ധിച്ചപ്പോൾ നാട്ടുകാർ നിർബന്ധത്തിന് വഴങ്ങി നാടുവാഴി സമ്മതം കൊടുത്തു. കുടവുമായി ബഹുമാനപ്പെട്ടവർ കുളത്തിലേക്ക് ഇറങ്ങി. കുടത്തിലേക്ക് പകുതി വെള്ളമേ കുളത്തുനിന്ന് എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോഴേക്കും കുളത്തിലെ വെള്ളം വറ്റി വരണ്ടു. മഈനുദ്ദീൻ തങ്ങൾ ചോദിച്ചു, പൃഥ്വിരാജ്, നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ ഈ കുടം വെള്ളം എവിടെ? തൊട്ടടുത്ത കിണറ്റിൽ നിർത്തോളാൻ പറഞ്ഞു. കിണറ്റിൽ വെള്ളമില്ല, തോട്ടിൽ വെള്ളമില്ല, പുഴയിൽ വെള്ളമില്ല, കനാലിൽ വെള്ളമില്ല, എല്ലാ വെള്ളവും വറ്റി വരണ്ടു. ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ടൊരിക്കൽ മഹാനായ ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സദഹുൽ അസീസ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ തങ്ങൾ ജാമിഅ നൂരിയ അറബി കോളേജിന്റെ 25ാം വാർഷിക സനദ്ദാന സമ്മേളനത്തിൽ ഈ സംഭവം പറഞ്ഞു. ശൈഖുന ശംസുൽ ഉലമാ തങ്ങൾ പറഞ്ഞു, അന്ന് ഒരു ഫ്രഞ്ച് ചരിത്രകാരൻ എഴുതി വെച്ചു, രാജ തന്റെ കുടത്തിലേക്ക് ആ പ്രദേശത്തെ അമ്മമാരുടെ മുലപ്പാല് പോലും വലിച്ചെടുത്തു. അത് ആലങ്കാരിക ഭാഷയാണ് എന്ന് പറഞ്ഞാൽ വെള്ളം അവിടെ ഇല്ല, തീർന്നുപോയി. അവസാനം നാട്ടുകാരെല്ലാം പൃഥ്വിരാജിനെതിരെ തിരിഞ്ഞു. ദൈവം കോപിച്ചതാ വെള്ളം പറ്റിയത്. അത് ഈ മഹാനായ മനുഷ്യന് വെള്ളം കൊടുക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പൃഥ്വിരാജ് മാപ്പ് പറ. നാട്ടുകാർ നിർബന്ധിച്ചു. അവസാനം പൃഥ്വിരാജ് വന്നുകൊണ്ട് മഹാനായ ഹാജ മഈനുദ്ദീൻ തങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കി. ഹാജ തങ്ങൾ പറഞ്ഞു, ഞാൻ ആരെയും പരീക്ഷിക്കില്ല, ഒരാളെയും ഞാൻ വിഷമിപ്പിക്കില്ല. ഈ വെള്ളം തന്നത് ദൈവമാണ്, ഈ വെള്ളം തന്നത് റബ്ബാണ്. അതുകൊണ്ട് അത് തടയാൻ നാടുവാഴിയല്ല, ഒരാൾക്കും അധികാരമില്ല. അതുകൊണ്ട് നിങ്ങൾ വെള്ളത്തിന് അവർ വിലക്കേർപ്പെടുത്തരുത്, റബ്ബിന്റെ നിഅമത്താണ്, അത് തടയരുത് പൃഥ്വിരാജ്. അവസാനം മഈനുദ്ദീൻ തങ്ങൾ കുടത്തിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം എടുത്തിട്ട് മന്ത്രിച്ചൂരി കുളത്തിലേക്ക് കുടഞ്ഞു. വെള്ളം ഉറവ പൊട്ടി ജലധാരയായി കിണറില്, തോട്ടില്, പുഴയില്, കുളത്തില് എല്ലാം സാർവത്രിക വെള്ളമായി. അതോടുകൂടി ആ പ്രദേശത്തുകാർ മുഴുവനും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ചരിത്രം പറയുന്നു, ജവഹർലാൽ നെഹ്റുവിൻ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ കാണാം, പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകം തോമസ് ആൽവൈഡിന്റേത് കാണാം. 80 ലക്ഷം അമുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുത്തു. 80 നായിക ചുറ്റളവിന്റെ ഉള്ളിൽ 80 ലക്ഷം അമുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെയാണ് ഹാജ മഈനുദ്ദീൻ തങ്ങളുടെ കറാമത്ത്. ആ കറാമത്ത് കൊണ്ട് ഇസ്ലാം ഉത്തരേന്ത്യയിൽ വളർന്നത്. അതേപോലെ തന്നെ മഹാനായ ഹദ്റത്ത് നിസാമുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സദഹുൽ അസീസ്, ഞാൻ ദീർഘമായി പറയുന്നില്ല, നിസാമുദ്ദീൻ ഔലിയ തങ്ങൾ ഉത്തരേന്ത്യയിൽ ഇസ്ലാമിനെ വളർത്തിയതാണ്. അതുകൊണ്ട് തന്നെ അന്നേ ബ്രിട്ടീഷ് ഗവൺമെന്റ് പേടിച്ചിട്ടതാണ് നിസാമുദ്ദീൻ ഔലിയ തങ്ങളുടെ സ്മാരകം. ഔലിയാക്കളുടെ ഗുരുത്തം കിട്ടട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം. ഏതാ സ്മാരകം? നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ, നിസാമുദ്ദീൻ എക്സ്പ്രസ്. ഇന്ന് എറണാകുളത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന നമ്മുടെ കേരളത്തിലൂടെ ദീർഘയാത്ര നടത്തുന്ന ആളുകൾക്കറിയാം, ഒരു ട്രെയിനുണ്ട്. ആ ട്രെയിൻ ഏറ്റവും ലോങ് റൂട്ടിൽ പോകുന്നത് നിസാമുദ്ദീൻ എക്സ്പ്രസ് ആണ്. ആ നിസാമുദ്ദീൻ എക്സ്പ്രസ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ വലിയന്റെ നാമധേയത്തിലാണ്. നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ, ഡൽഹിയിലെ സുപ്രസിദ്ധമായിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനാണ്. അത് ഔലിയാക്കന്മാരുടെ സ്മരണയ്ക്ക് വേണ്ടി, മഹാനായ നിസാമുദ്ദീൻ ഔലിയ തങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഔലിയാക്കന്മാർ ചില്ലറക്കാരല്ല. ഇന്ന് കേരളത്തിലേക്ക് വന്നാൽ ബഹുമാനപ്പെട്ട മമ്പറം സയ്യിദ് അലവി തങ്ങൾ, ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത്, ബ്രിട്ടീഷ് അന്നത്തെ അധിനിവേശ ശക്തികൾക്കെതിരെ ബഹുമാനപ്പെട്ട മമ്പറം സയ്യിദ് അലവി തങ്ങളുടെ പോരാട്ടം, ബഹുമാനപ്പെട്ട മമ്പറം തങ്ങളുടെ മുറബിയായ ശൈഖായ മമ്പറം തങ്ങളുടെ മുരീദായ മഹാനുഭാവൻ പ്രിയപ്പെട്ട കാക്കത്തറക്കൽ ഉമർ ഖാലി നവറല്ലാഹു മർഖദ, ഉമർ ഖാലിയാണ് ആണത്തത്തോടുകൂടി ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, നികുതി തരാൻ ഞങ്ങൾക്ക് മനസ്സില്ലടാ. ഔലിയാക്കന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാളികളാണ് അവരൊക്കെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതിന്റെ 1 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടുണ്ട് ഇവിടെ. ആ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നണി പോരാളി ബഹുമാനപ്പെട്ട കാക്കത്തറക്കലെ ഉമർ ഖാലി നവറല്ലാഹു മർഖദ. പരിശുദ്ധ റൗളയിൽ ചെന്നുകൊണ്ട്, റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ചെന്നുകൊണ്ട് പാവപ്പെട്ട ഉമർ വന്നിരിക്കുന്നു. ഹബീബായ നബിയോട് ചെന്ന് കരഞ്ഞു പറഞ്ഞപ്പോ തുറക്കപ്പെടാത്ത വാതിൽ തുറക്കപ്പെടാൻ കാരണഭൂതരായ ബഹുമാനപ്പെട്ട മഹാനായ മമ്പറം, മഹാനായ കാക്കത്തറക്കൽ വെളിയം കൂട്ടുകാരൻ ഉമർ ഖാലി പറഞ്ഞു, സാഹിബിന് നികുതി കൊടുക്കണ്ട. ചാവക്കാട് തുക്കുടി ഓഫീസിലേക്ക് ഉമർ ഖാലിയെ ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഉമർ ഖാലി ചെന്നു. അന്ന് കുറെ മാമൂലുണ്ട്, ഇപ്പോഴും ഉണ്ട് ആ മാമൂല്. ചില ഓഫീസിൽ ചെല്ലുമ്പോൾ, മേ കമ്മിങ് സർ,
മേ സിരി സർ, ഞാൻ കിടക്കട്ടെ സർ, ഞാൻ ഇരിക്കട്ടെ സർ, കുറെ സേറോ അഞ്ഞായിയോ ഒക്കെ വിളിച്ചാലേ കിടക്കാൻ പറ്റും. ഉമർഖാന്റെ ഒരു സേറും അഞ്ഞായും വിളിച്ചില്ല, നേരെ കസേര വലിച്ചിട്ട് കൊണ്ടിരുന്നു. സായിപ്പ് ഇരിക്കുന്നത് ഷൂട്ടക്കാല് 2 മേശപ്പുറത്ത് കയറ്റി വെച്ചിട്ട് ചുരുട്ടിങ്ങനെ വലിച്ചിട്ട് പുകച്ച് തള്ളുകയാണ്. കിബറിന്റെ ആൾരൂപം. ഇത് കണ്ടപ്പോ ഉമർഖാലിക്ക് പുച്ഛം തോന്നി. ഉമർഖാലി മെതിയടിട്ട കാല് നേരെ മേശപ്പുറത്ത് കയറ്റി വെച്ചു. കിബർ കാണിക്കാൻ പാടില്ല ഒരു മുസ്ലിമിന്. അണുമണി തൂക്കം കിബറുള്ളവൻ ഈമാനില്ല. എന്നാൽ കിബർ കാണിക്കൽ അനുവദിക്കപ്പെട്ട ഒരൊറ്റ സ്ഥലമുണ്ട്, അത് മറ്റൊരു കിബറിന്റെ മുമ്പിലാണ്. അത് ഉമർഖാലി കാണിച്ചു. കാരണം സായിപ്പ് കിബർ കാണിക്കുക, അത് കിബറാണ് അവനെ അറിയിക്കണമെങ്കിൽ അതുപോലെ അതിനേക്കാൾ കുറച്ച് തൂക്കം കൂടിയ കിബർ ഇങ്ങോട്ട് കാണിച്ചു. തിരിച്ച് മെടിയിലിട്ട കാലം ഒന്നുകൂടി മേലെ കയറ്റി വെച്ചു. പോറിയും സായിപ്പിന്റെ ചോദ്യം, ഞാൻ ഉമർ. ഉമർ ഖാസി അല്ല, ഉമർ ഖാലി എന്ന് പറ സായിപ്പ്. എന്നാണ് ഞാനാവും. നിങ്ങളാണോ ഞങ്ങൾക്ക് നികുതി തരില്ല എന്ന് പറഞ്ഞത്? അതെ ഞാനാണ്. എന്താ തരാത്തത്? എന്തിനാ തരുന്നത്? സായിപ്പേ, നീ അധിനിവേശിയാണ്, ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നവനാണ്. ഞങ്ങളുടെ പ്രത്യേക ചേർന്നത് ഈ മണ്ണിലാണ് സായിപ്പേ. ഇവിടെ ഞങ്ങൾ പാർക്കാൻ, ഞങ്ങൾ വസിക്കാൻ, ഞങ്ങൾ ഉറങ്ങാൻ നിനക്ക് നികുതി തരണമെന്ന് പറയുന്നത് നീതിയല്ലടാ. അതുകൊണ്ട് ഞങ്ങൾ നികുതി തരൂല്ല, നീ കണ്ട പോലെ കൂട്ട്. സായിപ്പ് പുലഭ്യം പറയാൻ തുടങ്ങി ഇംഗ്ലീഷിൽ. ഉമർഖാലി കുറെ കേട്ടിരുന്നു. പിന്നെ ഉമർഖാലിയുടെ ഒരു ഇംഗ്ലീഷ് പുറത്തെടുത്തു. മാതാ തക്കൂലിയ ബത്വാലി, തെമ്മാടി ജത്താണ്ടി പറഞ്ഞത് എന്ന് ചോദിച്ചു. ഉമർഖാലി ഒരു ഒറ്റ ഇടി കൊടുത്തു സായിപ്പിന്റെ നെഞ്ചില്. ബ്രോയിലർ കോഴി പോലെ ചീർത്ത് വീർത്ത സായിപ്പ് മലർന്ന് കെട്ടി വീണ് കിടക്കുന്ന സായിപ്പ് പറഞ്ഞു, യു ആർ അണ്ടർ അറസ്റ്റ്. ഉമർഖാലി പറഞ്ഞു, ഞാൻ അറസ്റ്റ് വരിക്കാൻ തന്നെ വന്നത്, നിന്റെ പോലീസരോട് പറ എനിക്ക് ആമം വെക്കാൻ. എന്റെ കൈക്ക് ചങ്ങലയിടാൻ പോലീസിനോട് പറഞ്ഞു സായിപ്പ്. അയാളെ തുറങ്കലെടുക്കുന്നു. പോലീസ് പറഞ്ഞു, നിങ്ങൾ 6 ചങ്ങലക്കിടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇട്ടോളാം, പക്ഷെ ഉമർഖാലി ഞങ്ങൾ ഇടൂല, അത് സാധനം വേറെയാണ്. മലയാളി പോലീസുകാരാ. അവസാനം പറഞ്ഞു, എന്നാ ചങ്ങലക്കിടണ്ട, ആമം വെക്കണ്ട, നിങ്ങൾ നടന്നാ മതി. എങ്ങോട്ട് സായിപ്പേ? കോഴിക്കോട്ട് പുതിയ സബ് ജയിലിലേക്ക്. സായിപ്പേ, ഇത് ചാവക്കാടാണ്. ചാവക്കാട്ടെന്ന് കോഴിക്കോട്ടേക്ക് 3 മൈലീസ് ഉണ്ട്. ഒന്നല്ല 10 വട്ടം നടക്കണമെങ്കിൽ ഈ ഉമറിന് ആരോഗ്യമുണ്ട്, പക്ഷെ നടക്കാൻ മനസ്സില്ല. ഞാൻ എന്റെ ാണ്. അതുകൊണ്ട് എന്നെ VIP പവറിൽ എന്നെ മഞ്ചലിലേക്ക് കൊണ്ടുപോയിക്കോ, അല്ലാതെ ഞാൻ നടക്കൂല. അങ്ങനെ 4 പോലീസുകാർ വന്നിട്ട് 4 ഭാഗവും നിന്നിട്ട് മഞ്ചലിലേറ്റി ഹേലയ്യ 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 എന്ന് ചൊല്ലിട്ടാ കോഴിക്കോട് പുതിയ സബ്ജിൽ ഉമർഖാലി അടച്ചത്. ഉമർഖാലി ജയിലിനകത്തായി. ഇശായി കഴിഞ്ഞ അർദ്ധരാത്രി സമയത്ത് ആ ജയിലിൽ വന്നത്. പക്ഷേ അർദ്ധരാത്രി കഴിഞ്ഞ സുബഹിന്റെ ജമാഅത്ത് നടക്കുന്ന സമയത്ത് മമ്പറം സെയ്ദ് അലവി തങ്ങളുടെ കൂടെ മമ്പറം പള്ളിയിൽ ബഹുമാനപ്പെട്ട മമ്പറം തങ്ങൾ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഉമർഖാലിയോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ബഹുമാനപ്പെട്ട ഉമർഖാലി പറഞ്ഞു, പ്രിയപ്പെട്ട തങ്ങളെ, എന്നവർ പിടിച്ചു, എന്നവർ ജയിലിലിട്ടു, പക്ഷെ ഞാൻ ഇങ്ങ് പോന്നു. പാറാവുകാർ അത്ഭുതപ്പെട്ടു പോയി. പൂട്ട് പൊട്ടിയിട്ടില്ല, കമ്പി വളഞ്ഞിട്ടില്ല, മേൽപ്പുര പൊങ്ങിയിട്ടില്ല, അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല, ചുമർഭിത്തി തകർന്നിട്ടില്ല. പിന്നെ ഇയാൾ അവിടെ പോയി. അവസാനം ഉമർഖാലിക്ക് തോന്നുമ്പോ ജയിലകത്ത് വരും, തോന്നുമ്പോ പുറത്തു പോകും. പിന്നെന്ത് ജയില? അവസാനം പാറാവുകാർ പറഞ്ഞു സായിപ്പിനോട്, ഇയാളെ തുറന്നു വിട്ടേക്കും. അപ്പൊ സായിപ്പിന്റെ ഒരു ഔദ്യോഗിക ഓർഡർ പൊറിക്കോന്നു. അങ്ങനെ ഔദ്യോഗിക ഓർഡറോടെ ഉമർഖാലി പുറത്തു വന്നു. ബ്രിട്ടീഷുകാരന്റെ കാരാഗ്രഹത്തിന് പോലും ജീവിതത്തിന്റെ ഉടമകളാകുന്നു ഈ രാജ്യത്തിന്റെ ഔലിയാക്കന്മാർ. ആ ഔലിയാക്കന്മാരുടെ വഴിയിലാണ് നമ്മൾ വന്നത്. ആ ഔലിയാക്കന്മാരുടെ വഴിയിലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിക്കപ്പെട്ടത്. പുരോഗമനവാദികളായ ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പഴഞ്ചത്വത്തെ സമ്മതിച്ച ഔലിയാക്കന്മാർ, ആ കാലഘട്ടത്തിൽ സൂക്ഷ്മതയുടെ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരാകുന്ന ഔലിയാക്കന്മാർ സമസ്തയെ സ്ഥാപിച്ചത്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ടെഴുതുന്ന തെറ്റെന്ന് പറഞ്ഞ ആലിമ്യങ്ങളുണ്ടായിരുന്നു. അത് വറഇന്റെ പണ്ഡിതന്മാർ. എന്നാൽ പുരോഗമനത്തെ ഇഷ്ടപ്പെട്ട, പരിഷ്കരണത്തെ സംബന്ധിച്ച നവോത്ഥാന ചക്രവർത്തിമാരും ആലിമ്യങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതിൽപ്പെട്ട ആ വിധത്തിൽ ഈ സമുദായത്തെ നയിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. ആ ഔലിയാ പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സ്ഥാപിച്ചു. വരക്കൽ മുല്ലക്കോയ തങ്ങൾ കറാമത്തിന്റെ ഉടമയാണ്.
കോഴിക്കോട്ട് പൊടിയങ്ങാടി കടപ്പുറത്തെ ആർത്തിരമ്പുന്ന തിരമാല ബോട്ടിറക്കാൻ കഴിയാതെ തിരമാല ആഞ്ഞടിച്ചപ്പോ കടലേ അടങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടുവിരൽ കൊണ്ട് നിയന്ത്രിച്ചത് ബഹുമാനപ്പെട്ട മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. ആ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച സംസ്ഥ 60 കൊല്ലം കഴിഞ്ഞപ്പോൾ കോഴിക്കോട്ട് കടപ്പുറത്ത് മറ്റൊരു സമ്മേളനം നടക്കുമ്പോൾ ജനങ്ങൾ എഴുന്നേറ്റു, ജനങ്ങൾ ഇരിക്കുന്നു, ജനങ്ങൾ എഴുന്നേറ്റു, ജനങ്ങൾ ഇരിക്കുന്നു. ബഹുമാനപ്പെട്ട ശംസുലുലമാ തങ്ങൾ ചൂണ്ടിവിരൽ ചൂണ്ടിക്കൊണ്ട് തായോട്ട് 3 വട്ടം താഴ്ത്തിയപ്പോൾ ജനങ്ങൾ ഇരുന്നു. അതുവരെ ഒരാള് നന്നായി പ്രസംഗിച്ചൊക്കെ നോക്കി, ഇരിക്കൂ സുന്നി പ്രവർത്തകരെ, ഇരിക്കൂ സുന്നി പ്രവർത്തകരെ എന്നൊക്കെ പറഞ്ഞു നോക്കി. ഇപ്പൊ അയാൾ മുടിക്കച്ചവടവുമായി നടക്കുകയാണ്. പക്ഷെ അയാളെ പറഞ്ഞിട്ടൊന്നും ജനങ്ങൾ കേട്ടില്ല. മഹാനായ ശംസുലുലമാ തങ്ങൾ ചൂണ്ടിവിരൽ ചൂണ്ടി 3 വട്ടം താഴോട്ട് താഴ്ത്തിയപ്പോഴേക്കും ജനം ഇരുന്നു. പിറ്റേ ദിവസം മലയാള മനോരമയുടെ ഫസ്റ്റ് പേജിന്റെ ബോക്സ് ന്യൂസ് ചൂണ്ടിവിരൽ കൊണ്ട് ലക്ഷങ്ങളെ നിയന്ത്രിച്ച ഒരേ ഒരു നേതാവ് ഈക്കയാണ് ബഹുമാനപ്പെട്ട ശംസുലുലമാ തങ്ങളെ. 60 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അറബിക്കടലിനെ ചൂണ്ടുവിരൽ കൊണ്ട് നിയന്ത്രിച്ചെങ്കിൽ പാൽക്കടലായ അറബിക്കടലിന്റെ സമാന്തര കടലിനെ, മനുഷ്യക്കടലിനെ ശംസുലമ മറ്റൊരു ചൂണ്ടുവിരൽ കൊണ്ട് നിയന്ത്രിക്കുന്നുവെങ്കിൽ അതാണ് ഔലിയാക്കന്മാരുടെ വഴി. ആ വഴിയിലാണ് സമസ്തകല ജംഇയ്യത്തുൽ ഉലമാ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. നമ്മുടെ ഇസ്ലാമിക് സെന്ററിന്റെ ഉദ്ഘാടനം അവിടെ വെച്ചുകൊണ്ട് നടക്കുകയാണ്. തങ്ങൾ നേരെ സെന്ററിലേക്കാണ് വരുന്നത്. ഉദ്ഘാടനം ചെയ്ത ഉടനെ ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ ഇവിടേക്ക് വരും. തങ്ങൾക്ക് വളരെ ക്ഷീണമുണ്ട്. ഇന്ന് 3-4 പരിപാടി മഗ്‌രിബിന്റെ ശേഷം തന്നെ കഴിഞ്ഞിട്ടാണ് തങ്ങൾ വരുന്നത്. അതുകൊണ്ട് ആരും തങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. നമ്മുടെ നിർബന്ധമാണ് തങ്ങൾ വരിക എന്നത്. ആ സന്തോഷത്തിൽ പങ്കുവയ്ക്കാൻ നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം, ഈ സദസ്സിലിരിക്കണം. അത് പറയാനുള്ള കാരണം തങ്ങൾ അവിടെ വരുമ്പോൾ ഒരു ഭാഗം ആളുകൾ ഒരുപക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ സദസ്സ് അനുകൂലപ്പെടും. സദസ്സ് നന്നാക്കലാൻ തങ്ങൾ ഇവിടെ തന്നെ വരും. അതുകൊണ്ട് 1-2 ആളുകൾ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഭാരവാഹികൾ അങ്ങോട്ട് പോകും. നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ വന്ന് നമുക്ക് നസീഹത്ത് നടത്തി ദുആ ചെയ്തിട്ട് പിരിയൂ. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.